എല്ലാ ദൈവമക്കളും കൈ ഉയർത്തി ശക്തിയോട് സ്തോത്രം ചെയ്യാം. നമ്മുടെ കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. എല്ലാവരും കരം അടിച്ചാട് ശക്തിയോടെ. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ ഇവിടെ മനുഷ്യൻ മരണം കൊണ്ട് അവസാനിക്കുമോ? മരിക്കുന്ന വിശുദ്ധന്മാരെവിടേക്ക് പോകുന്നു? മാനസാന്തരപ്പെടാത്തവരുടേക്ക് പോകുന്നു. ന്യായവിധി യാഥാർത്ഥ്യമാണോ? നിത്യത യാഥാർത്ഥ്യമാണോ? മനുഷ്യൻ മരണം കൊണ്ട് അവസാനിക്കുമോ? നൂറ്റാണ്ടുകളായുള്ള മനുഷ്യന്റെ ചോദ്യമാണ്. ഈ ചോദ്യത്തിന് 3 വിധത്തിലുള്ള മറുപടിയുണ്ട്. ചിലർ പറയുന്നതെല്ലാം അതോടെ തീർന്നു. ചിലർ പറയുന്നത് ഇവിടെയാണ് സ്വർഗവും ഇവിടെയാണ് നരകവും. ഇനി മറ്റു പറയുന്നത് ഉണ്ടെങ്കിൽ അന്നേരം കാണാമെന്നാണ്. D.L. മൂഡി എന്ന ദൈവദാസൻ വളരെ പ്രസിദ്ധനാണ്. അദ്ദേഹത്തോട് ഈ കുടുക്കിയോദ്യം ചോദിക്കാനൊക്കെ ആളുകൾ ചെല്ലുമ്പോൾ അത് നല്ല ഇത് മറുപടി നൽകും. ഒരിക്കൽ D.L. മൂഡി എന്ന ദൈവദാസന്റെ അരികിൽ വന്ന് ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, ഉദ്ദേശി നരകത്തിലോട്ട് പോകുന്ന വഴി ഏതാണ്? അപ്പൊ D.L. മൂഡി പറഞ്ഞു, നീ പോകുന്ന പോക്കിൽ അങ്ങ് പോയാൽ മതി, അവിടെ ചെല്ലുമെന്ന്. അപ്പൊ നരകത്തിലോട്ട് പോകാൻ റൂട്ട് മാറ്റണ്ട, സ്വർഗത്തിലോട്ട് പോണേ റൂട്ട് മാറ്റിയാൽ മതി. അതേ ദൈവദാസന്റെ അരികിൽ വേറൊരു ചെറുപ്പക്കാരൻ ചെന്ന് പറഞ്ഞു, ഉദ്ദേശി സ്വർഗവും നരകവും ഇവിടെ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ചിലരും മൗനമായിരുന്നിട്ട് പറഞ്ഞു, എന്തായാലും ഇത് സ്വർഗമല്ല. ഇത് സ്വർഗമായിരുന്നെങ്കിൽ പോലീസ് സ്റ്റേഷൻ കാണില്ല, ജയില് കാണില്ല, ഇരുമ്പഴി കാണില്ല, കള്ളിഷാപ്പ് കാണില്ല, വ്യഭിചാരശാല കാണില്ല, ഇടിമുറി കാണില്ല, ദുഷ്ടത കാണില്ല. അപ്പൊ ഇത് സ്വർഗമല്ല. പിന്നെ അദ്ദേഹം പറഞ്ഞത് നരകമല്ല. നരകമായിരുന്നെങ്കിൽ കയ്യടിയും സ്തോത്രവും ഹല്ലേലൂയ ഉയരില്ല. ഹല്ലേലൂയ. അത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു നരകമായിരുന്നെങ്കിൽ എന്നെ പോലുള്ള ആളുകളിവിടെ കാണത്തുമില്ലായിരുന്നു. പ്രിയ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇത് സ്വർഗമല്ല, നരകമല്ല, അതിനിടയിലുള്ള സ്ഥലമാണ്. മരണം കൊണ്ട് മനുഷ്യൻ അവസാനിക്കത്തില്ല എന്ന് പറഞ്ഞത് ഇവിടുത്തെ ഏതെങ്കിലും ഒരു നേതാവല്ല, ഒരു മതനേതാവല്ല, രാഷ്ട്രീയ നേതാവല്ല. പോഷ്കു പറയാത്തവനും അതിനാവശ്യമില്ലാത്തവനുമായ നസ്രയനായ യേശു ക്രിസ്തുവാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 25-ാം വാക്യത്തിൽ യേശു കർത്താവ് അസന്നിഗ്ധമായി പറഞ്ഞു, ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുന്ന നാഴിക വരുന്നു. 5:28, ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറയിലെല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ജീവനായും തിന്മ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യും. ആമേൻ, ആമേൻ എന്ന് പറഞ്ഞാൽ സത്യമായും സത്യമായും നിങ്ങൾ പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കും, കേൾക്കുന്നവർ ജീവിക്കും. ഒന്നുകിൽ യേശു പോഷ്കു പറഞ്ഞു, അല്ലെങ്കിൽ യേശു സത്യം പറഞ്ഞു. യേശു കർത്താവ് പറഞ്ഞതിനാൽ അത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ വാ തുറന്ന് കൈ ഉയർത്തി ശക്തിയോടെ സ്തോത്രം പറയാം. ഞങ്ങളുടെ ദൈവം പോഷ്കു പറയുന്നവനല്ല. അതുപോലെ മരണം കൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കണം. നാട്ടുകാരെല്ലാം കേൾക്കാനാണ് ഞാൻ ശാന്തമായി പറഞ്ഞത്. മനുഷ്യൻ അവസാനിക്കത്തില്ലെന്ന് പറഞ്ഞത് നസ്രയനായ യേശുവാണ്. യേശു കർത്താവ് പറഞ്ഞ ഒരു സംഭവം നമുക്കെല്ലാം അറിയാം. അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരികയാണ്. എല്ലാവർക്കും അറിയാം, ധനവാന്റെ ലാസറിന്റെ ഉമ്മയല്ല സംഭവം. വായിച്ചാട് സിസ്റ്ററെ, ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 19-22 വാക്യങ്ങൾ വായിച്ചാട്ട്. ധനവാനായൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമവസ്ത്രം പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്ന പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവന്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. അടുത്തത്, ധനവാനും മരിച്ച് അടക്കപ്പെട്ടു. ബാക്കി പിന്നെ വായിച്ചാൽ മതി. എല്ലാവരും ഒന്നുകൂടെ കൈ ഉയർത്തി, എല്ലാവരും കര ഉയർത്തി സ്തോത്രം പറഞ്ഞ ശക്തി. അപ്പൊ ഈ സാധാരണ യേശു കർത്താവ് ഉപമകൾ പറയുമ്പോൾ ഉണ്ടായിരുന്നിരിക്കട്ടെ എന്നാ പറയുന്നത്. ഒരു മനുഷ്യന് 100 ആട് ഉണ്ടായിരുന്നിരിക്കട്ടെ, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ടായിരുന്നിരിക്കട്ടെ. ഇവിടെ ഉണ്ടായിരുന്നിരിക്കട്ടെ എന്നല്ല, ഉണ്ടായിരുന്നു. പഴയ നിയമകാലത്ത് സംഭവിച്ച സംഭവമാണ്. ത്രികാലജ്ഞനായ കർത്താവ് പറയാ. തുടക്കം എങ്ങനാ? ധനവാനായൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവട്ടും വസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോട് സുഖിച്ചുകൊണ്ടിരുന്നു.
ലാസർ എന്ന പേരുള്ള ഒരു ദരിദ്രൻ വിണം നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുരക്കൽ കിടന്നിരുന്നു. എന്നെ നോക്കൂ. അപ്പോൾ ധനവാൻ, അവൻ്റെ പേര് ധനവാൻ എന്നല്ല. ഒരാളുടെ പൊസിഷൻ പറഞ്ഞിട്ടുണ്ട്, ഒരാളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. പൊസിഷൻ ധനവാൻ. ചിലർ ധരിച്ചിരിക്കുന്ന ധനവാന്റെ പേര് ധനവാൻ എന്നല്ല. നല്ല ആഠിത്യമുള്ള പേരവനുണ്ടായിരുന്നു, നല്ല പേര് ധനവാനുണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ പേരിനകത്ത് ദൈവാത്മാവ് രേഖപ്പെടുത്തിയില്ല. കാരണം ജീവപുസ്തകത്തിൽ അവൻ്റെ പേരില്ലായിരുന്നു. ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, ധനവാന്റെ പേര് അവൻ്റെ ഗേറ്റേലുണ്ടായിരുന്നു, ധനവാന്റെ പേര് ആ ജംഗ്ഷനിലെ വെയിറ്റിംഗ് ഷെഡിലുണ്ടായിരുന്നു, ധനവാന്റെ പേര് ഒരു പക്ഷേ അവിടുത്തെ ലൈബ്രറി മന്ദിരത്തിൻ്റെ മണ്ടയ്ക്ക് വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഡൊണേറ്റഡ് ബൈ, സ്പോൺസേഡ് ബൈ, കോൺട്രിബ്യൂട്ടഡ് ബൈ പോത്തൻ മാത്തച്ഛൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നിരിക്കാം. പക്ഷെ ഇവിടൊക്കെ അവൻ്റെ പേരുണ്ടായിരുന്നെങ്കിലും ജീവപുസ്തകത്തിൽ അവൻ്റെ പേരില്ലായിരുന്നു. അവിടെ ഇല്ലാത്തവൻ്റെ പേര് ഇവിടെ വേണ്ടെന്ന് വേദപുസ്തകം തീരുമാനിച്ചു. എന്നാൽ പാവപ്പെട്ട ലാസറിന്റെ പേര് ഇവിടെ എങ്ങും ഇല്ലായിരുന്നെങ്കിലും ജീവപുസ്തകത്തിൽ പേരുണ്ടായിരുന്നു. ഈ ഗ്രൗണ്ടിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇവിടുത്തെ വൻപന്മാരുടെ ലിസ്റ്റിൽ നമ്മുടെ പേരില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന്റെ ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടെന്ന തൻ്റെ ഇടമുള്ള ദൈവമക്കൾ കൈ ഉയർത്തിയ ശക്തിയോടെ സ്തോത്രം ചെയ്യാം. കൈകളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്. ഞാൻ സാധാരണ പറയാറുണ്ട്, ചിലരുടെ പേര് പഞ്ചായത്ത് റേസിലുണ്ട്, ചിലരുടെ പേര് പള്ളി റേസിലുണ്ട്, എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ പേര് ജീവപുസ്തകത്തിലുണ്ട്. നിങ്ങളുടെ പേര് ഇവിടൊക്കെ ഉണ്ടെന്നോർത്ത് ധൈര്യപ്പെട്ടിരിക്കരുത്. വേദപുസ്തകം പറയുന്നു, ജീവപുസ്തകത്തിൽ പേരില്ലെങ്കിൽ ദൈവം നിങ്ങളെ പുറത്ത് തള്ളിക്കളയും. അപ്പോൾ വായന ഇങ്ങനെയായിരുന്നു നമ്മൾ വായിച്ചത്. ധനവാനായൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തിൽ, യേശു കർത്താവ് പറഞ്ഞതാ സംഭവം, തീരുന്നില്ലെന്നുള്ളത് ശ്രദ്ധിച്ചു കേട്ടുകൊള്ളൂ. അവൻ ദിനം പ്രതി ആഡംബരത്തോട് സുഖിച്ചുകൊണ്ടിരുന്നു. ധൂമ്രവസ്ത്രവും പട്ടും രാജാക്കന്മാരുടെ ഉടയാടയാണ്. വിശുദ്ധ ബൈബിളിൽ ദാനിയേൽ പ്രവചനത്തിലും വെളിപ്പാട് പുസ്തകത്തിലും ധൂമ്രവസ്ത്രത്തെക്കുറിച്ചുണ്ട്, പട്ടിനെ കുറിച്ചുണ്ട്. ഒരു വസ്ത്രത്തിന് ലക്ഷങ്ങൾ വിലയാണ്. ലക്ഷങ്ങൾ വിലയുള്ള ധൂമ്രവസ്ത്രവും പട്ടും അവൻ മാറി മാറി ഉടുക്കുമായിരുന്നു. ലക്ഷങ്ങൾ വിലയുള്ള വസ്ത്രം മാറി മാറി ഉടുക്കുവാൻ അവൻ സമ്പന്നനായിരുന്നു. അപ്പോൾ ധനവാനൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോട് സുഖിച്ചുകൊണ്ടിരുന്നു. അടുത്ത പദം, ലാസർ എന്ന് പേരുള്ള ഒരു ദരിദ്രനുണ്ടായിരുന്നു. അവൻ വിണം നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുരക്കൽ കിടന്നിരുന്നു. അടുത്തെഴുതിയിരിക്കുന്നത്, ധനവാന്റെ മേശന്ന് വീഴുന്ന തിന്ന് വിശപ്പടക്കാൻ ആഗ്രഹിച്ചു, പക്ഷെ അവൻ്റെ വിശപ്പടങ്ങിയിരുന്നില്ല. നായ്ക്കൾ അവന് കൊടുത്തില്ല. നായ്ക്കളും വന്ന് അവൻ്റെ വിണം നക്കുമായിരുന്നു. എന്നെഴുതിയിരിക്കാൻ അവൻ കിടപ്പ് രോഗിയായിരുന്നു. ആ നായ്ക്കളെ ഓടിച്ചു കളയാനുള്ള ത്രാണി അവനില്ലായിരുന്നു. എന്നാൽ അടുത്ത പദം കേട്ടോ, ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ഇന്ന് രാത്രി ഞങ്ങൾ വടക്കോട്ടുകാരോട് പറയാം, യേശു ഉള്ളവൻ, രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ, ഹോ ക്ഷമ, എത്ര ശ്രേഷ്ഠനെന്നറിയുന്നത് അവന്റെ മരണത്തോടു കൂടെയാണ്. കയ്യൊന്നടിച്ച് ശക്തിയോടെ സ്തോത്രം പറഞ്ഞ് സ്തോത്രം. അവനെ ദൂതന്മാർ കൊണ്ടുപോയി. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ ദൈവത്തിന്റെ ദാസൻ ലാസർ അവൻ കിടന്നപ്പോൾ പട്ടി വന്നവനെ നക്കുമായിരുന്നു, നായ്ക്കൾ വിണം നക്കുമായിരുന്നു. അതിനെ ഓടിച്ചു കളയാനുള്ള ത്രാണി അവനില്ലായിരുന്നു. അവന്റെ പ്രാണൻ പോകുമ്പോൾ എൻ്റെ മുഖത്തേക്ക് നോക്കൂ, അവന്റെ കണ്ണടയ്ക്ക് തിരുമ്മി അടയ്ക്കാൻ ആരുമില്ലായിരുന്നു. അവനൊരു തുള്ളി വെള്ളം തൊട്ടുകൊടുക്കാൻ ആരുമില്ലായിരുന്നു. അവസാനം ഈ ഡെഡ് ബോഡി കൊണ്ടുപോയി, മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കും മടങ്ങുമെന്ന് പറഞ്ഞ് ഒരു നുള്ളും മണ്ണ് നുള്ളിയിടാൻ ആളില്ലായിരുന്നു. ജീവിച്ചിരിക്കുമ്പോൾ പട്ടികൾ അവനെ നക്കിയെങ്കിൽ ജീവൻ പോയി കഴിയുമ്പം വെച്ചേക്കുമോ? എൻ്റെ ചിന്തയിൽ ഒരു പട്ടി ഇങ്ങനെ പൊക്കിപ്പിടിച്ച് കാണും. മറ്റു പട്ടികളെല്ലാം 4 വശം നിന്ന് ഇറച്ചിക്കടയിൽ നിന്ന് മാംസം പൊരുന്ന പോലെ ലാസറിനെ കടിച്ചു വലിച്ചു കാണും. ബാക്കി വന്ന് അവിടെ കിടന്ന് നാറിയപ്പോൾ ധനവാൻ പഞ്ചായത്തിൽ അറിയിച്ച് പഞ്ചായത്തുകാർ കൊന്ന് അനാഥ ശവമെന്ന കണക്കിന് ഈ ഡെഡ് ബോഡി കൊണ്ട് കുഴിച്ചിട്ട് കാണും. അടക്കമെന്ന് പറഞ്ഞില്ല, കുഴിച്ചിട്ടു. എന്നാൽ അവന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ട് പോട്ടുവാൻ കാത്തുന്ന ദൂത സംഘം അവനെ എതിരേറ്റുകൊണ്ട് പർദീസിലേക്ക് പോയി. വേദപുസ്തകം പറയുന്നു, ഒരു ഭക്തൻ മരിക്കുന്നത് എവിടെയാണോ അവിടെ മുതൽ പർദീസ വരെ ദൂത സംഘം അവനെ എതിരേറ്റുകൊണ്ട് പോകും. ഓ, നിങ്ങളുടെ സ്തോത്രമൊക്കെ പോയോ? കൈ ഉയർത്തി പേടിച്ചിരിക്കുകയാണോ? നന്നായി ഒന്ന് കൈയടിച്ചേച്ചാ വിശ്വാസത്തോട്.
ഒരു ഭക്തൻ സ്വർഗത്തിലേക്ക് പോകുന്ന കാഴ്ച കാണാന്ന് ഒരിക്കൽ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവം എന്നെ കാണിച്ചു. എൻ്റെ ദൈവമേ, ദൂതന്മാരുടെ അകമ്പടിയോട് ഹല്ലേലൂയാ ഗാനപ്രതിഗാനം പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഭൗമമണ്ഡലം കടന്നൊരു ഭക്തന്റെ ആത്മാവ് പർദീസിലേക്ക് പറക്കും. ഇത് കണ്ടുകൊണ്ട് ഭക്തനായ നാഗൽ സാഹിബ് ഒരിക്കൽ പാടിയിട്ടിട്ട് പോയൊരു പാട്ടുണ്ട്. എന്താണെന്നറിയാമത്? എന്നെ ഏൽപ്പാനായി പഠിക്കൂ. ദൈവദൂതർ വരുന്നു എന്നെ ഏൽപ്പാനായി, ദൈവദൂതർ വരുന്നു വീണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു, വീണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾ പേടിച്ചെന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് ഈ പാട്ട് ഇങ്ങനെ പാടാൻ അറിയാവുള്ളേ. നിങ്ങൾ ഞാനും പെട്ടിപ്പലയെ കയറി കിടക്കുമ്പം അങ്ങനെ ഇരുന്നിട്ടിരുന്നു. ആ മൈക്ക് ഇച്ചിരി ഒന്ന് കുറച്ച്, ഇച്ചിരി വോളിയം കൂടി പോകുന്നുണ്ട്. നമ്മൾ പെട്ടിപ്പലയെ കയറി കിടക്കുമ്പോൾ എല്ലാവരുടെ കയറി പാടി യാത്ര അയക്കേണ്ട പാട്ടല്ല ചായ്പാട്ട്. പ്രത്യാശയോട് സിയോങ്കമനം ചെയ്യുന്ന ഒരു ദൈവവേദന ആത്മാവിൽ പാടി ആരാധിക്കേണ്ട പാട്ടാണ്. ഇതുവരെ നമ്മൾ ഇങ്ങേന്ന് പാടിയിട്ടുണ്ട്, ഇതെല്ലാവരുടെയും മുമ്പിൽ ഇരുന്ന്. ഇതുവരെ കൈയടിച്ച് പാടി ആരാധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അപ്പൊ ഈ പാട്ടൊന്ന് കൈയടിച്ച് പാടാൻ പോവുകയാണ്. ഗുണപ്പെടാത്ത അച്ചായം വീട്ടിൽ കിടന്ന് ഞെട്ടണം ഇത് കേട്ട്. രക്ഷിക്കപ്പെട്ട ദൈവവേദൽ കയറമടിച്ച് ശക്തിയോട് ഒന്നിച്ച് പാടിയാട്ടെ. ഓക്കെ ഓക്കെ മോനെ. എന്നെ ഏൽപ്പാനായി ദൈവദൂതർ വരുന്നു, എന്നെ ഏൽപ്പാനായി ദൈവദൂതർ വരുന്നു വീണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു, വീണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു. ഓ ആകെ അല്പനേരം മാത്രം എന്നെ ഇരുവാൻ, ആകെ അല്പനേരം മാത്രം എന്റെ യാത്ര തിരുവാൻ. യേശുവേ നിനക്കു സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം, വേഗം. ഒരിക്കൽ കൂടെ. ഓ എന്നെ ഏൽപ്പാനായി ദൈവദൂതർ വരുന്നു, എന്നെ ഏൽപ്പാനായി ദൈവദൂതർ വരുന്നു വീണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു. ഓ ആകെ അല്പം മാത്രം എന്റെ യാത്ര തിരുവാനാകെ അല്പനേരം യാത്ര തിരുവാൻ. യേശുവേ നിനക്കു സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ ഒരിക്കൽ കൂടെ. യേശുവേ നിനക്കു സ്തോത്രം, യേശുവേ നിനക്കു സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. ഈ യാത്രയുടെ ഒടുവിൽ ഞാൻ എൻ്റെ കർത്താവിനെ മുഖാമുഖം കാണുമെന്ന് തന്റെ ഇടമുള്ള ദൈവം കൈ ഉയർത്തി ശക്തിയോടെ സ്തോത്രം ചെയ്യാം. ക്രിസ്ത്യജീവിതം പ്രത്യാശയുള്ള ജീവിതമല്ല. ഞങ്ങൾക്കൊരു തന്റെ ഇടമുണ്ട്, ഞങ്ങൾക്ക് നിർണയമുണ്ട്. യാത്രയുടെ ഒടുവിൽ ഞങ്ങൾ കർത്താവിനെ മുഖാമുഖം കാണും. സ്തോത്രം. ഒരു ഭക്തൻ മരണക്കിടക്ക മുതൽ പർദീസ വരെ ദൂതസംഘം എതിരേറ്റുകൊണ്ട് പോകുമെന്നുള്ളതിൻ്റെ ഒരു വർത്തമാനകാല അനുഭവമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഒറീസയിലെ വരിപ്പാടായ എന്ന ഗ്രാമത്തിൽ സ്റ്റേറ്റ്സ് എന്ന കർത്തുദാസനും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളും 5-7 വയസ്സ് പ്രായമുള്ള 2 കുഞ്ഞുങ്ങളെ പ്രേക്ഷിതവൃത്തി കഴിഞ്ഞിട്ട് കുഷ്ഠരോഗികളുടെ വർക്ക് ചെയ്തവരാണ്. യാത്രയിൽ ഒരു ജീപ്പിൽ കിടന്നുറങ്ങുമ്പോൾ ഒരുപറ്റം ആളുകൾ ആ ജീപ്പിന് തീയിട്ടു. തീയുടെ ചൂടേറ്റി കുഞ്ഞുങ്ങൾ ഉണർന്നു. തള്ളക്കോഴി കുഞ്ഞുകോഴിയെ ചിറകിൽ ഒതുക്കുന്ന പോലെ ഫിലിപ്പിനെയും തിമോത്തിയെയും 7-5 വയസ്സ് പ്രായമുള്ള 2 കുഞ്ഞുങ്ങളെ തൻ്റെ കരങ്ങളിൽ പിടിച്ച് കൈകൾ കൂപ്പി കൊല്ലല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ ത്രിശൂലം കൊണ്ട് കുത്തി
ഈ ദൈവദാസനെയും കുഞ്ഞുങ്ങളെയും ഈ ജീപ്പിനകത്തിട്ട് കത്തിച്ചു, പെട്രോൾ ഒഴിച്ച്. ആ തീ ആളിക്കത്തി 3 ശവങ്ങളൊന്നും കാണാനില്ല, ചാരം മാത്രം. 3 ശവപ്പെട്ടി ഈ ദൈവദാസിയുടെ മുമ്പിൽ കൊണ്ടുവച്ചപ്പോൾ ഗ്ലാഡീസ് പറഞ്ഞൊരു പദമുണ്ട്, എനിക്കാരോടും പകയില്ല, എൻ്റെ ദൈവം എന്നെ പഠിപ്പിച്ചത് ക്ഷമിക്കുവാനാ. അവർ വ്യാജം പറയില്ല. അവർ പറഞ്ഞൊരു ഇന്റർവ്യൂ അന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നു. 3-4 സ്ഥലത്ത് അവർ ഇന്റർവ്യൂ പറഞ്ഞു. അന്ന് അവിടെയുള്ള ആളുകൾ കണ്ടൊരു കാഴ്ചയെക്കുറിച്ച്. ആ കാഴ്ച എന്തായിരുന്നറിയാമോ? പാതിരാത്രിയിൽ ഈ ഉൾഗ്രാമത്തിൽ സ്റ്റേറ്റ്സ് എന്ന കർത്തൃദാസനും തൻ്റെ കുഞ്ഞുങ്ങളും യേശുവിന് വേണ്ടി രക്തസാക്ഷികളാകുമ്പോൾ, ഈ ജീപ്പ് ഇങ്ങനെ ആളി കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ദേശവാസികൾ ഒരു കാഴ്ച കണ്ടെന്നാണ് പറയുന്നത്. ആകാശത്തുനിന്നൊരു പ്രകാശ വഴിത്താര ഇതിലേക്ക് ഇടിച്ചിറങ്ങുന്നതായി അവർ കണ്ടു. ആ പ്രകാശ വഴിത്താരയിലൂടെ തേജോരൂപികളായി ചിലർ മൂളോട്ട് പുറക്കുന്നവർ കണ്ടു. അഭൗമമായ ഒരു സംഗീതം അവിടെ അടിക്കുവാൻ തുടങ്ങി. അത് ഒറിയ ഭാഷയിലല്ലായിരുന്നു, അത് ഹിന്ദി ഭാഷയിലല്ലായിരുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ പറയാതെ ഏത് ഭാഷയായിരുന്നെന്ന്, അത് സ്വർഗീയ ഭാഷയായിരുന്നു. ഒരു ഭക്തൻ എവിടെ മരിക്കുമോ അവിടെ മുതൽ ദൂതസംഘം എതിരേറ്റുകൊണ്ട് പോകും. അവിടെ എഴുതിയിരിക്കുന്നു, ധനവാനും മരിച്ചു, അടക്കപ്പെട്ടു. ആദ്യം മരിച്ചതാരാ? ലാസർ. പുറകാലെ ആര് മരിച്ചു? നിങ്ങളെല്ലാം പേടിച്ചിരിക്കുകയാണോ? ഞാൻ ശക്തിയോടെ കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞു. ആദ്യം മരിച്ചത് ലാസറാ. പുറകാലെ ആര് മരിച്ചു? ലാസർ മരിച്ചപ്പോൾ ധനവാൻ ചിന്തിച്ചില്ല ഞാനും മരിക്കുമെന്ന്. നമ്മളിൽ പലരെയും പോലെ പലരും മരിച്ചു അടക്കിയെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ നമ്മൾ മരിക്കുമെന്നോ നമ്മളെ അടക്കുമെന്നോ നമ്മൾ ചിന്തിക്കാറില്ല. അങ്ങനൊരു ചിന്ത വരുമ്പോഴേ നമ്മൾ രക്തത്തോൾ ജയം പറഞ്ഞങ്ങ് മാറും. പക്ഷെ എത്ര രക്തത്താൽ ജയം പറഞ്ഞാലും ഒരു ദിവസം പോയേക്കത്തുള്ളൂ. കൊട്ടാരമായാലും വിട്ടേ മതിയാവൂ, കോട്ടയ്ക്കകത്തും മൃത്യു വരും. 10,000 നില പൊക്കിപ്പണിതാലും അതിനുള്ളിലും മൃത്യു കടന്നു വരും. പാവപ്പെട്ട ലാസർ മരിച്ചപ്പോൾ ധനവാൻ ചിന്തിച്ചില്ല, ധനം കൊണ്ട് പണം കൊണ്ടൊക്കെ നിൽക്കാവെന്ന് വിചാരിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിവസമെങ്കിലും നിങ്ങളും ഞാനും ബലത്തോടിരിക്കുന്നെങ്കിൽ തമ്പുരാന്റെ കരുണയാണെന്ന് മറക്കരുത്. വടകോടുകാരോട് ഞങ്ങൾ പറയാം, ജീവന്റെ ഉടമസ്ഥൻ ജീവനെ ചോദിച്ചാൽ ഒരു സെക്കൻഡ് കൂടെ നിങ്ങളെവിടെ നിർത്തി താമസിപ്പിക്കുവാൻ ഒരു ഡോക്ടർക്കും കഴിയില്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ മോഹൻകുമാർ എന്ന പേരുള്ളൊരു ചെറുപ്പക്കാരനെ പ്രവേശിപ്പിച്ചു. കൂടെ ഒരു ബ്രീഫ് കേസും ഉണ്ടായിരുന്നു. 80% പൊള്ളലേറ്റാണ് അവിടെ ചെന്നത്. മോഹൻകുമാർ ഡോക്ടേഴ്സിനോട് പറഞ്ഞ വാക്ക്, ഡോക്ടർ, ഈ ബ്രീഫ് കേസ് മുഴുവൻ 500 നോട്ട് കെട്ടുകളാണ്. ഇത് മുഴുവൻ ഡോക്ടർ എടുത്തുകൊള്ളുക. ഒരാഴ്ച കൂടെ ജീവിപ്പാൻ എനിക്ക് അനുവാദം തരണം. മോഹൻകുമാർ ഒരാഴ്ച പോയിട്ട് ഒരു ദിവസം കൂടെ ജീവിച്ചില്ല. പിന്നൊരു വാക്കൂടെ പറഞ്ഞില്ല. രാത്രി എന്നെ കേൾക്കുന്ന സുഹൃത്തേ, ജീവന്റെ ഉടമസ്ഥൻ നിന്റെ ജീവനെ ചോദിച്ചാൽ ഒരു ബ്രീഫ് കേസല്ല 100 ബ്രീഫ് കേസ് നിറയെ 500 നോട്ട് കെട്ട് അടുക്കി നൽകിയാലും ഒരു സെക്കൻഡൂടെ നിന്നെ ഇവിടെ നിർത്തി താമസിപ്പിക്കുവാൻ ആർക്കും കഴിയില്ല. എന്നാൽ മരണത്തിനുള്ള നീക്കുപോക്കുകൾ നിനക്ക് തരാൻ അധികാരമുള്ള ഒരുവനുണ്ട്. അവനെ അത്ര ഞങ്ങൾ ഉയർത്തുന്നത്. ശക്തിയോടെ കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട് ഞങ്ങൾ വടകോടുകാരോട് പറയാം, ക്യാൻസർ വന്ന് മരിക്കുമെന്ന് പറഞ്ഞവർ ഇന്നത്തെ സ്തോത്രം പറയുന്നുണ്ട്. ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുമെന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയ സ്തോത്രം പറയുന്നുണ്ട്. ക്യാൻസർ വന്നവർ സ്തോത്രം പറയുന്നുണ്ട്. ഹല്ലേലൂയ. കോവിഡ് വന്നവർ സ്തോത്രം പറയുന്നുണ്ട്. ദൈവത്തിന്റെ പദ്ധതിയില്ലാതെ നിന്നെ കൊണ്ടുപോകാൻ മരണത്തിന് കഴിയില്ല. നമ്മൾ ഈ ഒത്തിരി ഉന്നതന്മാരുടെയൊക്കെ വാർത്ത വായിക്കും. ഈയിടെ സ്ഥാനത്ത് ഭയങ്കര പിടിപാടുള്ളൊരു കോടീശ്വരനായ മനുഷ്യൻ 18 എയർ ബാഗുള്ള കാറിൽ 2 കോടിയുടെ കാറിൽ വന്ന വഴിക്ക് ഒരു ചെറിയ ചങ്കുവേദന. അത് ഡ്രൈവർ ഓടിച്ചു കാറ് കൊണ്ടുപോയി. വലിയ പിടിപാടുള്ള ആളാണ്. അവിടെ എഴുതിയിരിക്കുന്ന അറിയാമോ, ഡോക്ടർമാർ പരിശ്രമിച്ചു, അങ്ങനല്ലേ ഇരുന്ന്, പക്ഷെ ജീവനെ രക്ഷിപ്പാൻ മരണത്തിന് കീഴടക്കി. ഇത്രയേ ഉള്ളൂ. ചില ആളുകളൊക്കെ വീമ്പുകളൊക്കെ ഞാൻ മരണത്തെ തോപ്പിച്ചെന്നൊക്കെ, ഈ സപ്ലൈ വരും മരണത്തെ തോപ്പിച്ചെന്ന്. മരണത്തെ തോപ്പിച്ചെന്ന് പറയാൻ കഴിയില്ല, തൽക്കാലം രക്ഷപ്പെട്ടു. മരണത്തെ തോപ്പിച്ച് ഒരുവനുണ്ട്, ഒരുവനേ ഉള്ളൂ, അവൻ നസ്രയനായ യേശുവ. ഈ ഡൽഹിയിൽ ഒരുവട്ടം മനുഷ്യപിശാചുക്കളാൽ ആക്രമിക്കപ്പെട്ട ഒരു പാവപ്പെട്ട പെൺകൊച്ചുണ്ട്, നിങ്ങൾക്കറിയാം. അവൾക്ക് നിർഭയ എന്നല്ല അവിടെ പേരിട്ടു. അവിടെ പേരൊന്നുമല്ല.
അവിടെ ജീവൻ രക്ഷിപ്പാൻ ഇന്ത്യയിലെ ഡോക്ടർമാരാകുന്ന പരിശ്രമിച്ചിട്ട് സാധിക്കാതെ വന്നപ്പോൾ ഒരു പ്ലെയിൻ ഹോസ്പിറ്റലാക്കി മാറ്റിയിട്ട് ഡൽഹി ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടേഴ്സ് ചേർന്ന് അവളെ സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോയി ചികിത്സിക്കാൻ. ആ ഹോസ്പിറ്റൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതിവിദഗ്ധരായ ഡോക്ടേഴ്സ്, ഇന്ത്യയിലെയും സിംഗപ്പൂരിലെയും ഡോക്ടേഴ്സ് ഒന്നിച്ച് പരിശ്രമിച്ചിട്ടും ആ പെൺകുട്ടിയുടെ ജീവൻ നിലനിർത്താൻ കഴിഞ്ഞില്ല. മരണത്തിന് കീഴടങ്ങി. ആ സമയത്ത് ആ ഹോസ്പിറ്റലിൻ്റെ ഉടമസ്ഥനും പ്രശസ്തനായ ഡോക്ടർ, അമേരിക്കക്കാരൻ, മലയാള മനോരമ സൺഡേ സപ്ലിന് ഇൻ്റർവ്യൂ കൊടുത്തു. ആ ഇൻ്റർവ്യൂ ആരംഭിക്കുന്ന എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ജീവന്റെ ഉടമസ്ഥൻ ജീവനെ ചോദിച്ചാൽ വൈദ്യശാസ്ത്രത്തിന് യാത്രാമൊഴി ചൊല്ലാനേ കഴിയൂ. കേട്ടോ, നീ വാരി വിഴുങ്ങുന്ന ഗുളികയുടെ ശക്തിയോ, നിന്നെ നോക്കുന്ന ഡോക്ടറുടെ നൽപ്പോ, ഹോസ്പിറ്റലിന്റെ വലിപ്പമോ കൊണ്ടല്ല ഇവിടുന്ന് സ്തോത്രം പറയുന്നത്. നിങ്ങളെയും എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഇല്ലാത്തതുകൊണ്ടാ. ഞാൻ എപ്പോഴും പറയും, ബി മോനച്ചൻ എന്ന ഞാൻ ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുസ്തകത്തിൽ വാക്യമുണ്ട്, ഹോവേ നിന്റെ കടാക്ഷം എൻ്റെ ജീവനും കൃപയും നീ എനിക്ക് നൽകി, നിന്റെ കടാക്ഷം എൻ്റെ ശ്വാസത്തെ പരിപാലിക്കുന്നു. പാസ്റ്റർ ബി മോനച്ചൻ എന്ന ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ കാണാതൊരു കരം അകത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുക. ഒരു തവണ ദൈവത്തിൻ്റെ കരം ആ ശ്വാസം തള്ളിയില്ലേ, ഇവിടെ വീഴിഞ്ഞാൻ അടുത്ത വാചകം പറയാനൊക്കെ ഇല്ല. 100 ഡോക്ടർമാർ ഇവിടെ ഉണ്ടെങ്കിൽ സഹായിപ്പാനും കഴിയില്ല. ഒന്നുകൂടെ പറയാം, നീ ഇന്ന് രാത്രി വരെ ജീവനോടിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ കരുണയാ. കൈ ഉയർത്തിയാട്ടെ ശക്തിയോടെ സ്തോത്രം. ഇത് കണ്ടില്ലേ, ആന്ധ്രയിൽ ഒരു പാസ്റ്റർ കല്യാണം നടത്തിക്കൊണ്ടിരിക്കുക. ചെറുക്കനോട് ഉഭയസമ്മതം പറഞ്ഞു, പെണ്ണിനോട് ഉഭയസമ്മതം പറയാൻ തിരികെയും താഴെ വീണു. ഒരു പെങ്കൊച്ചു ലൈവായി ഇതുപോലെ TV റിപ്പോർട്ട് നടത്തിക്കൊണ്ടിരിക്കുക. കൊഴി താഴോട്ട് വീണ് മരിച്ചു. കുറച്ച് പിള്ളേർ ഒരുമിച്ച് ഹോട്ടലിൽ ചെന്ന് ഫുഡ് ഓർഡർ ചെയ്തു. ഭക്ഷണം വന്നു, ഓർഡർ ചെയ്തവൻ മൂക്കൂത്തി അതിലോട്ട് വീണ് തീർന്നു. ഇത്രയേ ഉള്ളൂ. എന്താ കണ്ടോണ്ടായി അഹങ്കരിക്കുന്നേ? വൈകുന്നേരത്തെ അന്തിക്കള്ളൊക്കെ അകത്ത് കഴിയുമ്പം ചങ്കൊക്കെ അങ്ങോട്ട് പിരിച്ച് ഞാൻ ആരാണെന്ന് അറിയാവുന്നൊക്കെ ചോദിക്കുന്നേ. നീ ആരാണെന്ന് ഞാൻ പറയാം. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രയാകുന്നു. നീ മൂക്കിലൂടെ വലിച്ചു കയറ്റുന്ന ശ്വാസമില്ലാതായാൽ നേരത്തോട് നേരം കഴിയുമ്പോൾ നിന്റെ ശരീരം അളിയുവാൻ തുടങ്ങും, ചീയുവാൻ തുടങ്ങും, നാറുവാൻ തുടങ്ങും. നിന്നെ സെമിത്തേരിയുടെ കോണിൽ കൊണ്ട് തള്ളും. പുഴുക്കൻ നിന്റെ ശരീരത്തിൽ നൃത്തം ചെയ്യുവാൻ തുടങ്ങും. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ. അതുകൊണ്ട് ഒന്നും കണ്ട് അഹങ്കരിക്കരുത്. ധനവാനും മരിച്ചു, മരണം യാഥാർത്ഥ്യമാണ്. പക്ഷെ അടുത്ത പദം എന്താ എഴുതിയിരിക്കുന്നത്? ധനവാനും മരിച്ചു, അടക്കപ്പെട്ടു. ലാസറിനെ അടക്കിയതായിട്ടില്ല. ഉണ്ടോ? ലാസർ മരിച്ചെന്നേ ഉള്ളൂ. എന്നാൽ ധനവാനും അടക്കപ്പെട്ടു. അവൻ്റെ പണത്തിന്റെ പ്രതാപത്തിന് ഒത്തവണ്ണം അടക്കം കിട്ടി. ഇങ്ങോട്ട് നോക്കേ, അതായത് ധനവാന്റെ അടക്കം നന്നായി, ഒടുക്കം നന്നായില്ല. ലാസറിന് അടക്കം കിട്ടിയില്ല, പക്ഷെ അവൻ്റെ ഒടുക്കം നന്നായി. നിന്റെ അടക്കമല്ല പ്രധാനം, നീ ഒടുക്കം എവിടെ എത്തുമെന്നുള്ളതാണ് പ്രധാനം. ഈ അനേകർ ഈ ദൈവകൃപയിൽ വരാൻ മടിക്കുന്നത്, വിശ്വാസത്തിൽ വരാൻ മടിക്കുന്നത്, രക്ഷിക്കപ്പെടണമെന്ന് സ്നാനപ്പൊക്കെ സത്യമാണെന്നറിഞ്ഞിട്ടും വരാൻ മടിക്കുന്നത് നല്ലൊരു അടക്കമോർത്ത, 1-ാം നിരയിലെ അടക്കം. ഇന്ന് രാത്രി ഞങ്ങളൊരു കാര്യം പറയാം. കാഹളനാദം ധ്വനിക്കുമ്പോൾ ഈട്ടിപ്പെട്ടിയിലും തേക്കുംപെട്ടിയിലും ഒക്കെ അടക്കം ചെയ്യപ്പെട്ട, 1-ാം നിരയിൽ അടക്കം ചെയ്യപ്പെട്ട പലരുടെയും കല്ലറകൾ അനങ്ങാതെ കിടക്കുമ്പോൾ, ആരും അറിയാതെ റബ്ബറുംകാലയിലും കപ്പക്കാലയിലും ഒക്കെ അടക്കപ്പെട്ട ദൈവമക്കളുടെ കല്ലറകൾ കാഹളനാദത്തിങ്കൽ തകർക്കപ്പെടും, അവർ ഉയർക്കപ്പെടും. ശക്തിയോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്. അടക്കമല്ല പ്രധാനം, ഒടുക്ക എവിടെ എത്തും അതാ പ്രധാനം. അടക്കം കിട്ടുമോ കിട്ടാതിരിക്കുകയിട്ട് ഞങ്ങൾ പറഞ്ഞതൊക്കെ യാഥാർത്ഥ്യമായി വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഈ കോവിഡ് കാലത്ത് ആരെ അടക്കി? ഒടുവിലത്തെ പ്രവേശനം നൽകി? ആര് കുഴിമാടം വെഞ്ചരിച്ചു? എത്രയോ പേര് ഇന്ന് കരയുന്നുണ്ടോന്ന് അടക്കാൻ കഴിഞ്ഞില്ല. പോയി കാണാൻ കഴിഞ്ഞു? ഒന്നിച്ച് കത്തിച്ചില്ലേ? അവരുടെയൊക്കെ ഡെഡ് ബോഡി എവിടെ അടക്കി? അപ്പൊ അടക്കം അല്ലച്ചാ പ്രധാനം, ഒടുക്കം എവിടെ എത്തുമെന്നുള്ളതാണ് പ്രധാനം. ധനവാനും മരിച്ചു, അടക്കപ്പെട്ടു. എവിടോട്ട് പോയി?
വൈകി സിസ്റ്റർ എവിടോട്ട് പോയി? പാതാളത്തിൽ യാതന ആ, അനുഭവിക്കുമ്പോൾ പാതാളത്തിലോട്ട് പോയി. അപ്പം മറ്റേ ലാസറിനെ കുറിച്ച് എന്താ എഴുതിയിരിക്കുന്നത്? അബ്രഹാമിന്റെ മടി. അതാണ് പഴയ പർദീസയ്ക്ക് വന്നു കൊടുക്കുന്ന പേരാ. അപ്പം ഞാൻ ചോദ്യം ചോദിക്കാം. ഞാൻ മുമ്പേ പറഞ്ഞു ലാസറിനെ കൊണ്ടുപോയത് ആരാന്നാ പറഞ്ഞേ? പറയുന്നേ, ദൂതന്മാര്. അങ്ങനെയാണ് ധനവാനെ കൊണ്ടുപോയത് ആരാ? നാളെ ഞാനടുത്ത് പ്രസംഗിച്ചപ്പം ഒരു അമ്മാമ്മ അവിടെ നിന്ന് ശാശാന്ന്. ആരാ? ശാശ്. നമ്മുടെ പേരാ ശാശ്. എന്നാൽ എൻ്റെ വിശ്വാസം ധനവാനെ കൊണ്ടുപോയതും ദൂതന്മാരാണെന്നാ. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. നാളെ വൈകിട്ടോ രാവിലെയോ ഈ ജംഗ്ഷനിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ വരുന്നെന്നിരിക്കട്ടെ. അപ്പോൾ ഇവിടെ എല്ലാം ആര് കാണും? ആര് വരും? പറയുന്നേ പാസ്റ്റർമാർ, പോലീസുകാർ വരും. നാളെ വൈകിട്ട് ഒരു കള്ളനെ അറസ്റ്റ് ചെയ്യാൻ ആരാ വരുന്നത്? അതും പോലീസുകാർ. 2 ഡ്യൂട്ടി. 1 എസ്കോർട്ട് വരും, 2 അറസ്റ്റ് ചെയ്യാൻ വരും. കാരണം നിങ്ങൾക്കറിയാമോ? മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ പിശാചിന്റെ കയ്യിലല്ല, യേശുവിന്റെ കയ്യിലാണ്. ഓ പോരാ, ശക്തി പോരാ നിങ്ങളുടെ സ്തോത്രത്തിന്. ഒരു ദൈവ പൈതൽ എവിടെ മരിക്കണം, എപ്പോൾ മരിക്കണം, എങ്ങനെ മരിക്കണമെന്ന് പിശാചല്ല തീരുമാനിക്കുന്നത്, സ്വർഗത്തിലെ ദൈവമാണ് തീരുമാനിക്കുന്നത്. കൈയടിച്ച് സ്തോത്രം പറ. ദൈവ പൈതലെ ക്യാൻസർ വരട്ടെ, ഡയബറ്റീസ് വരട്ടെ, ബ്ലഡ് പ്രഷർ വരട്ടെ, ഹാർട്ട് അറ്റാക്ക് വരട്ടെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നീ പറ, ക്യാൻസറെ, ഹാർട്ട് അറ്റാക്ക്, ബ്ലഡ് പ്രഷറെ നീയല്ല തീരുമാനിക്കുന്ന, എന്നെ എപ്പം കൊണ്ടുപോകണമെന്ന് എന്റെ ദൈവമാ. അപ്പൊ അറസ്റ്റ് ചെയ്യാൻ വരുന്നത് പോലീസുകാരാ, എസ്കോർട്ട് വരുന്നതും പോലീസുകാരാ. ഒരു ഭക്തനെ എതിരേറ്റുകൊണ്ട് പോകാൻ ദൂതന്മാർ വരും, രക്ഷിക്കപ്പെടാത്തവനെ അറസ്റ്റ് ചെയ്യാൻ വരും. പിന്നെ ന്യായവിധിക്കായി ഇവനെ കൊണ്ടു നിർത്തുന്നതും പോലീസുകാരാ. പിന്നെ അറസ്റ്റ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടിട്ട് കഴിഞ്ഞാൽ, എവിടെ? യാതനാസ്ഥലത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ സ്വീകരിക്കുന്ന ആരാ? അമ്മച്ചി പറഞ്ഞ പോലെ ശാസിൻ്റെ ആളുകളാ. അതെങ്ങനാ? ഈ ജയിലിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, ജയിലിൽ ആര് എന്നാലും അവിടെ എതിരേൽപ്പെന്ന് പറഞ്ഞൊരു പറയുന്നുണ്ട്, നടയടി എന്നൊക്കെ പറയും. ചെല്ലുമ്പം സ്വീകരിക്കുന്ന. എങ്ങനെ കയറി ചെന്നാലും ഇടിയാന്നാ പറയുന്നത്. നമ്മൾ പോയിട്ടില്ല, കേട്ടിട്ടുള്ളതാണ്. വലതുകാലം വെച്ച് കയറിയ അന്നേരം ഇടിയാ. നീ എന്തോടെ ഇവിടെ പൊറുക്കാൻ വന്നാണോ ചോദിച്ചാൽ ഇടി. ഇടതുകാലം വെച്ച് കയറിയ അന്നേരം ഇടിയാ. നീ ഇവിടെ നശിപ്പിക്കാൻ വന്നാണോ ചോദിച്ചാൽ ഇടിയും. എങ്ങനെ പോയാലും ഇടിയാ. ഞാൻ പണ്ട് വായിച്ചു, പുരക്ഷി തലവർ മരിച്ചുപോയി, തലവി ജയിലിൽ ചെന്നപ്പം ജയിലിൽ AC വെച്ച് കൊടുത്തു. ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ ചെല്ലുമ്പോൾ അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും, കുറച്ച് കാശുവിൻ്റെ അനുസരിച്ച്. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടുത്തെ ഏത് വലിയ പുള്ളി നരകത്തിൽ ചെന്നാലും AC കിട്ടുമെന്ന് വിചാരിക്കല്ലേ. അവിടെ എഴുതിയിരിക്കുന്നൊരു പദമുണ്ട്, ധനവാനും മരിച്ചു. എവിടോട്ട് പോയി? യാതനാസ്ഥലം. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഈ വേദപുസ്തകപ്രകാരം 2 സ്ഥലമേ ഉള്ളൂ. ഒന്നുകിൽ പർദീസ അല്ലെങ്കിൽ യാതനാസ്ഥലം. അതിനിടയിലില്ല. അത് ഞാൻ പിന്നെ പറയാം. എന്നിട്ട് ഇവിടെ നിന്ന് അവൻ എങ്ങോട്ട് നോക്കി? മേളോട്ട് നോക്കി. നോക്കിയപ്പോ ആരെ കണ്ടു? വായിക്കി സിസ്റ്റർ, ആരെ കണ്ടു? ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി. കേട്ടോ, ലാസറിന്റെ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന കണ്ടോ. അപ്പൊ ഈ യാതനാസ്ഥലത്ത് സുഖമാണെന്നും പറഞ്ഞ ആളുകൾ ഇരിക്കുന്നത്, നരകമെന്ന് പറഞ്ഞ സുഖമാണെന്ന ആളുകളുടെയൊക്കെ ധാരണ. ഞാൻ പണ്ട് വീടുകളിലൊക്കെ പോകുമായിരുന്നു. ഒത്തിരി തിരക്ക് ഇപ്പം കൂടി. ഇപ്പോഴും സമയം കിട്ടിയാൽ പോവും, വീട് വിസിറ്റിന് പോകും. അപ്പം ഞാനും ഭാര്യയും കൂടെ ഒരു വീട്ടിൽ പോയോ അല്ലേ, ഈ പുള്ളിക്കാരനെല്ലാം കേട്ടോണ്ടങ്ങിരിക്കുക. ഞാൻ വിചാരിച്ചു ഇപ്പം വീഴുവെന്ന്. എല്ലാം കേട്ടോണ്ടിരിക്കുക, ഇപ്പം മുക്കാവെന്ന് വിചാരിച്ചു. എൻ്റെ ഭാര്യയും വലിയ താല്പര്യത്തിരിക്കുക. എല്ലാം കൂടെ കേട്ട് കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ ഡാർസൻ സാർ എന്നോട് പറയാ, ഒരു മുള്ളിട്ട് പറയാം, നരകത്തിലെങ്കിലും ഒരു സീറ്റ് കിട്ടുമല്ലോ എന്ന്. ആണ്ട് കിടക്കും നരകത്തിലെങ്കിലും. നരകത്തിന്റെ ഭീകരത അറിഞ്ഞാൽ ഇന്ന് രാത്രി നീ നിലവിളിച്ചോണ്ട് ദൈവത്തെ സേവിക്കും. നരക സുഖാന്നും പറഞ്ഞിരിക്കുക. അതിലേക്കാ പിന്നെ വരാ. ഇവിടെ വായിച്ച കേട്ടോ, ധൂമ്രവസ്ത്രവും പട്ടും ഒരു വസ്ത്രത്തിന്റെ വില, അതൊക്കെ നിങ്ങൾ ഇത്ര മനസ്സിലായെന്ന് എനിക്കറിയില്ല, കോടികളാണ്, ലക്ഷങ്ങളാണ്. ആ വസ്ത്രം മാറി മാറി ഉടുത്തവൻ, ദിനം പ്രതി ആഡംബരത്തോട് സുഖിച്ചവൻ, പ്രാണനെ വിട്ടപ്പോൾ അടുത്ത നിമിഷം പോയത് യാതനാസ്ഥലത്താണ്. അവിടെ നാം പറയുകയാണ്, മേളോട്ട് നോക്കിയിട്ട് അബ്രഹാമിനെ കണ്ടു. അതിലൊക്കെ ഞാൻ വരാം. ലാസറിനെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു തുള്ളി വെള്ളം കൊണ്ട് ലാസറിനെ അയക്കണം. യാതനാസ്ഥലത്ത് കിടന്ന് യാതനപ്പെടുകയാണ്.
ഇത് യേശു കർത്താവ് പറഞ്ഞ, നിങ്ങൾ പെന്തക്കോസുകാർ പറഞ്ഞ അല്ലെന്നേ. ഇങ്ങനെ ഒരു തുള്ളി വെള്ളം കൊണ്ട് വിടണമെന്ന്. പട്ടിയും നക്കി കുഷ്ഠരോഗവും പിടിച്ച് വാതുക്കെ കിടന്നവനെ ഇങ്ങനെ ഒരു തുള്ളി വെള്ളവും കൊണ്ട് വിടണമെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു തുള്ളി വെള്ളവും കൊണ്ട് വിട്ടാലേ ഈ വെള്ളം അങ്ങ് ചെല്ലുമോ? ചെല്ലത്തില്ല. ഞാനിപ്പോൾ കുറേ നേരം കൊണ്ട് ഒരു തുള്ളി വെള്ളം കാണിക്കാൻ വേണ്ടി ഇവിടെ പാടുപെടുക, ഇവിടുന്ന് മേളോട്ട് വരുന്നില്ല. നിങ്ങളെ കാണിക്കാൻ എടുക്കാൻ ഒക്കത്തില്ല. പിന്നെ യാതനാസ്ഥലത്ത് ചെല്ലുവോ? ചെല്ലത്തില്ല. ഇനിയും ലാസറും ചെന്നു വെള്ളവും ചെന്നിരിക്കട്ടെ, ധനവാന് മാത്രം കൊടുത്താൽ മതിയോ? അവിടെ കിടക്കുകയല്ലയോ? എത്ര എണ്ണ അവിടെ കിടക്കുന്നത്? പുത്തിവേറിൻ്റെ ഭാര്യ മുതലെല്ലാം കിടക്കുക. ഈ ലാസർ ഈ ഒരു തുള്ളി വെള്ളവും കൊണ്ട് അവിടെ കാണും ചെന്ന് പറ്റിയാൽ എല്ലാവരും കൂടെ ചാടി ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ലാസറിൻ്റെ മണ്ടയ്ക്ക് വീഴും. തിരിച്ച് സ്വർഗത്തിൽ പോക്ക് നടക്കത്തില്ല. പണ്ട് അമ്മാന് കുവൈറ്റ് പ്രശ്നം ഉണ്ടായപ്പോഴേ കെൻഡിക്കൊക്കെ അടിച്ച് കിടന്ന പിള്ളേർ 2-3 ദിവസം ഭക്ഷണമൊന്നും കിട്ടാതെ വന്ന് അമ്മാൻ മരുഭൂമിയിലൂടെ വന്നപ്പം ഹെലികോപ്റ്ററിലൂടെ റൊട്ടിയിട്ട് കൊടുത്തു. ബ്രെഡ് ആക്രാന്തം മൂത്ത് ഈ ബെഡിലോട്ട് എല്ലാം കൂടെ ചാടി വീണ് ആർക്കും കിട്ടിയില്ല. ഇതുപോലെ ലാസർ അങ്ങ് ചെന്നാൽ, ഈ വെള്ളവും കൊണ്ട് ചെന്നാൽ ഈ വെള്ളത്തിൻ്റെ മണ്ടയ്ക്ക് ചാടി വീണ് തിരിച്ച് സ്വർഗത്തിൽ പോക്ക് നടക്കില്ല. ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങൾ ചോദിക്കുക, ഈ ലാസർ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ ആരെ കണ്ടെന്നാ ഒന്ന് പറഞ്ഞ ദൈവം? ആരെ കണ്ടു? ഉറക്കെ പറ, ആരെ കണ്ടു? അബ്രഹാമിനെ കണ്ടു. സോറി, ധനവാൻ നോക്കിയപ്പോൾ ആരെ കണ്ടു? അബ്രഹാമിനെ. പിന്നെ ആരെ കണ്ടു? ലാസർ. പിന്നെ ആരെയും കണ്ടില്ലയോ? കണ്ടു. ഒത്തിരി പേരെ കണ്ടു പാസ്റ്ററേ. ലാസറും പിന്നെ അബ്രഹാം മാത്രമേ അവിടെ ഉള്ളൂ? എത്രയോ വിശുദ്ധന്മാരുണ്ട്. അബ്രഹാമുണ്ട്, ഇസാക്കുണ്ട്, യാക്കോബുണ്ട്, എസ്തേറുണ്ട്, ഇയ്യോബുണ്ട്, അല്ലേ? പക്ഷെ ഒത്തിരി പേരവിടെ ഉണ്ടെങ്കിലും പുള്ളിക്ക് കണ്ടിട്ട് പിടിക്കാഞ്ഞത് ലാസറിനെയാണ്. അതിന് കാരണം ആദ്യം അവൻ പറഞ്ഞത് ഇങ്ങനെ ഒരു തുള്ളി വെള്ളവും കൊണ്ട് ഇങ്ങോട്ട് വരണം. അതൊക്കത്തില്ലെന്ന് കണ്ടപ്പോൾ അവൻ പറഞ്ഞു ഇങ്ങോട്ടൊക്കത്തില്ല, നാട്ടിലോട്ടൊന്ന് പോകണമെന്ന്. എൻ്റെ അച്ചായന്മാരവിടെ കിടപ്പുണ്ട്, അവിടോട്ട് പോകണമെന്ന്. അപ്പോൾ എൻ്റെ ചിന്ത, ഈ ധനവാൻ ഇവിടെ കിടക്കുന്നതല്ല വിഷയം, ലാസർ അവിടെ ഇരിക്കുന്നതാണ് വിഷയം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നരകത്തിൽ ചെന്നാലും ചിലരുടെ കുശുമ്പ് തീരത്തില്ല. ഈ കുശുമ്പായി പ്രശ്നമെല്ലാം ടാർസം ബ്രദറെ. മിന്നാമിനി ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പാമ്പ് അവനെ വിഴുങ്ങാൻ ചെന്നു. അപ്പം മിന്നാമിനി പറഞ്ഞു, നീ വിഴുങ്ങിക്കോ, എനിക്ക് അതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കാറുണ്ട്. ഞാൻ നിൻ്റെ ഭക്ഷണവർഗത്തിൽപ്പെട്ടവനല്ല, എന്നെ ഈ മിന്നാമിനിയെ വിഴുങ്ങിയിട്ട് നിനക്ക് വിശപ്പടങ്ങത്തില്ല, പിന്നെ നീ എന്നാത്തിനാ എന്നെ വിഴുങ്ങാൻ വരുന്നത്? അപ്പം പാമ്പ് പറയാ, നിന്നെ തിന്നാൻ എനിക്കൊന്നും ആകത്തുമില്ല, നീ എൻ്റെ ഭക്ഷണവർഗത്തിൽപ്പെട്ടതുമല്ല, പക്ഷെ നിൻ്റെ ഈ മിന്നൽ എനിക്ക് പിടിക്കുന്നില്ല, നീ മിന്നുന്നത് കണ്ടിട്ട് എനിക്ക് പിടിക്കുന്നില്ല. പലരുടെയും പ്രശ്നം അതാ, നീ മിന്നുന്നത് കണ്ടിട്ട് പിടിക്കുന്നില്ലെന്നേ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ദൈവം തമ്പുരാൻ ഒരുത്തനെ മിന്നിപ്പിക്കാൻ തീരുമാനിച്ചാൽ നിനക്ക് അവനെ അവസാനിപ്പിക്കാൻ കഴിയില്ലെന്നേ. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം ഒരുത്തരം ഉയർത്താൻ തീരുമാനിച്ചാൽ അവനെ താഴ്ത്താൻ ആർക്കും കഴിയില്ല. കയ്യടിച്ച് സ്തോത്രം പറ. ദൈവം ഒരുത്തരം വളർത്താൻ തീരുമാനിച്ചാൽ അവനെ തളർത്താൻ ആർക്കും കഴിയില്ല. അപ്പൊ ഞാൻ പറയുന്ന ഗൗരവ വിഷയം നിങ്ങൾ വിട്ടുപോകരുത്. മേലോട്ട് നോക്കി അബ്രഹാമിനെ കണ്ടു, ലാസറിനെ കണ്ടു. ഇതിന്റെ അവസാനം ഞാൻ മെയിൻ കാര്യം പിന്നെ പറയാം. എന്നിട്ട് ധനവാൻ പറഞ്ഞു, അവനെ ഒരു തുള്ളി വെള്ളം കൊണ്ട് എൻ്റെ അരികിൽ വിടണം. അബ്രഹാം ഇത് പറഞ്ഞൊന്നും നടക്കത്തില്ല. കാരണം എന്നാ, നമുക്ക് തമ്മിൽ വലിയൊരു പിളർപ്പുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടും ഒക്കത്തില്ല, അവിടുന്ന് ഇങ്ങോട്ടും ഒക്കില്ല. ഇത് ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. ചിലർ വിചാരിക്കുന്ന നരകത്തിൽ ചെന്നിട്ട് കുറേ നാൾ അവിടെ കിടന്നിട്ട് പിന്നെ സ്വർഗത്തിലോട്ട് പോകുന്ന. നരകവും സ്വർഗവും തമ്മിൽ ട്രാൻസ്ഫറും ഇല്ല, ട്രാൻസ്പോർട്ടും ഇല്ല. ഒരിക്കൽ നിത്യാഗ്നിയിൽ വീണാൽ അവിടേക്ക് പോകുന്നേ ഉള്ളൂ, യാതനാസ്ഥല സബ്ജയില. പിന്നെ എന്നും അവിടെ. ഒരിക്കൽ സ്വർഗത്തിലെത്തിയാൽ എന്നും അവിടെ. എന്നിടയിൽ ട്രാൻസ്ഫർ ഇല്ല. നിത്യമാം സന്തോഷം പ്രാപിക്കും അന്നു ഞാൻ. കൈയടിച്ചേ. എൻ ശത്രുവിനതു എടുപ്പാൻ പാടില്ല, നിത്യമാം സന്തോഷം പ്രാപിക്കും അന്നു ഞാൻ. എൻ ശത്രുവിനതു എടുപ്പാൻ പാടില്ല, ആനന്ദം കൂടിടും സാനന്ദം പാടിടും യേശുരാജൻ മുൻപാകെ. ആനന്ദം കൂടിടും സാനന്ദം പാടിടും യേശുരാജൻ മുൻപാകെ.
എൻ ഭാഗ്യകാലം കൈയടിച്ച് പാടിക്കേ. എന്നുള്ളം തുള്ളുന്നു ഈ ലോകസുഖം തള്ളി ഞാൻ ആ ഭാഗ്യം കണ്ടപ്പോൾ സന്തോഷം ഇവിടെ ഒരാഴ്ച നിനക്ക് സൗഖ്യമെങ്കിൽ അടുത്ത സൗഖ്യമില്ല, ഒരാഴ്ച സമാധാനമെങ്കിൽ അടുത്ത സമാധാനമില്ല. കാരണം എന്താണെന്നറിയാമോ? നിന്റെ സൗഖ്യം അപകരിക്കുന്ന, നിന്റെ സ്വസ്ഥത അപകരിക്കുന്ന, നിന്റെ സമാധാനം കവരുന്ന ഒരുവൻ ഇവിടെ ഉണ്ട്. അവനാണ് ദുഷ്ടപിശാച്. എന്നാൽ ഒരിക്കൽ നമ്മൾ സ്വർഗത്തിലെത്തും. അവിടെ നിന്റെ സ്വസ്ഥത അനുഭവം കവരുവാൻ, സമാധാനം കവരുവാൻ പിശാചിന് കഴിയില്ല. സന്തോഷത്തോടെ കൈ ഉയർത്തിയ സ്തോത്രം പറഞ്ഞ് എല്ലാവരും കരമടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിക്കണം. വേദപുസ്തകത്തിൽ യേശു കർത്താവാണ് പറഞ്ഞത്. എന്താ സിസ്റ്റർ ഏതാ ഒന്ന് വായിച്ചേ. അവൻ പറഞ്ഞ റിക്വസ്റ്റ്, ഒന്നാമത്തെ അവൻ്റെ റിക്വസ്റ്റ്, ഒരു തുള്ളി വെള്ളം കൊണ്ട് ലാസറിനെ ധനവാൻ പറഞ്ഞ് എൻ്റെ അരികിലേക്ക് അയക്കണം. വായിക്കുക. ഉടനെ അബ്രഹാം പിതാവിനാ പറഞ്ഞത്, മകനെ നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്കാം. യെസ്, വായിച്ചു. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടായിരിക്കുന്നു. അടുത്തത്, അവിടെ നിങ്ങളുടെ അടുക്കൽ വരാനും കഴിയില്ല, ഇച്ഛിക്കുന്നവർക്ക് കഴിയില്ല. അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല. അതാണ് നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ട്രാൻസ്ഫർ ഇല്ലെന്ന്, ട്രാൻസ്പോർട്ട് ഇല്ല. ഇവിടുന്ന് അങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും വരാനൊക്കെ ഇല്ല. ഇത് അസന്നിഗ്ധമായി കർത്താവ് പറഞ്ഞത്. പിന്നെ ആര് പറഞ്ഞാലോ ശരിയാന്ന്? ഇവിടുന്ന് അങ്ങോട്ടും നോക്കില്ല, അവിടുന്ന് ഇങ്ങോട്ടും നോക്കില്ല. ഈ ബസ്പുർക്കാന എന്നൊരു പദമോ പരിപാടിയോ ബൈബിളിലില്ല. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ലല്ലേ? ഒരിടത്താവളമില്ല. മരണത്താൽ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടാൽ ഒന്നുകിൽ യാതനാസ്ഥലത്തേക്ക്, നരക ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടില്ല, ന്യായവിധിക്ക് ശേഷമേ ഉള്ളൂ, അല്ലെങ്കിൽ പർദീസയിലേക്ക്. അതിനിടയിലൂടെ ഇല്ല. പിന്നെ ഇതുണ്ടെന്ന് ആരാ പറഞ്ഞേ? പണ്ട് ഒരു വല്യമ്മ വാഴ വെച്ചു, കൊലവെട്ടിയപ്പം കായെല്ലാം തേമ്പിയിരിക്കുന്നു. അമ്മച്ചി പാക്ടംബോസും അമോണിയായും യൂറിയായും പൊട്ടാഷ്യവും കൊണ്ടുവന്ന് പിണ്ടിക്കിട്ടെന്ന്. അമ്മച്ചി കൊല വെട്ടുന്നതിന് മുമ്പ് വേണ്ടേ പാക്ടംബോസ് ഇടാൻ? ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടും മുമ്പ് ആത്മകാര്യം ശരിയാക്കിക്കൊള്ളണം. ഇതിനിടയില്ല. എത്ര വിലപ്പെട്ടതാണ് നിങ്ങളുടെ ജീവൻ. നിങ്ങളുടെ ആത്മരക്ഷ മറ്റുള്ളവരെ ഏൽപ്പിക്കരുത്, വല്ലവരെ ഏൽപ്പിക്കരുത്. ഞാനതിലേക്ക് വരാം. ഈ ധനവാന് പറ്റിയ തെറ്റെന്താണ് ആദ്യം മനസ്സിലാക്കണം. ധനവാനായതുകൊണ്ട് നരകത്തിൽ പോയതല്ല. ലാസർ ദരിദ്രനായതുകൊണ്ട് സ്വർഗത്തിൽ പോയതുമല്ല. ധനവാനായതുകൊണ്ടല്ല. അങ്ങനെയാണെങ്കിൽ ധനവാന്മാരായ അബ്രഹാം, ഇസ്ഹാക്ക് ഒന്നും സ്വർഗത്തിൽ കാണരുത്, യോബ് സ്വർഗത്തിൽ കാണരുത്. അതിന് പ്രശ്നം അവൻ തന്നെ പറയുന്നുണ്ട്. 16:28 വാക്യം, 30 വാക്യം, എന്റെ സ്നേഹിതന്മാരുടെ അടുക്കിലേക്ക് പോകണം. 5 സഹോദരന്മാരുണ്ട്. അവർ ഈ യാതനാസ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരുടെ സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അടുത്തത്, അത് പിന്നെ ഞാൻ പറയാം. പിതാവേ, എഴുന്നേറ്റ്. കണ്ടോ? അപ്പൊ എന്താണ് പ്രശ്നം? അപ്പൊ അബ്രഹാമിന് ഇപ്പൊ ഈ ധനവാൻ ഇപ്പൊ എന്തോ മനസ്സിലായി? അവൻ നരകത്തിൽ പോകാൻ കാരണം, യാതനാസ്ഥലത്ത് പോകാൻ കാരണം മാനസാന്തരപ്പെടാഞ്ഞതാണ്. ധനവാനായതുകൊണ്ട് യാതനാസ്ഥലത്ത് പോയതല്ല. ലാസർ ദരിദ്രനായതുകൊണ്ട് സ്വർഗത്തിൽ പോയതുമല്ല. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ നശിച്ചു പോകും. പണ്ഡിതനായാലും പാമരനായാലും കുചേലനായാലും കുബേരനായാലും യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവ പൈതൽ ഈ രാത്രി മരിച്ചാൽ അവൻ പരദീസയിലെത്തും. കൈ ഉയർത്തിയാടി സ്തോത്ര ശക്തിയോടെ പറ. മാനസാന്തരപ്പെടാത്ത ഞാനിത് വായിക്കുമ്പോൾ ചിന്തിക്കുന്നത്, ഈ ധനവാനെ പരോളിലൊന്ന് അയച്ചിരുന്നെങ്കിൽ അവൻ ഓടി നടന്ന് ക്രൂസൈഡ് നടത്തിയേനെ, കൺവെൻഷൻ നടത്തിയേനെ, ഉപവാസപ്രാർത്ഥന നടത്തിയേനെ.
അവൻ പറഞ്ഞു, ഞാനിത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനിവിടെ വരില്ല. എൻ്റെ സഹോദരങ്ങൾ ഇത് അറിയണം കേട്ടോ. എല്ലാ വർഷവും ഇവിടെ നിന്ന് ഭ്രാന്തന്മാരെ പോലെ ഭോഷന്മാരെ പോലെ ഞങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഭ്രാന്താണ്. ഈ നാട്ടുകാരിത് അറിഞ്ഞില്ലെന്ന് വരരുത്. ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടും മുമ്പ് ആത്മകാര്യം ശരിയാക്കണം. അതിനായി സുവിശേഷയോഗം. വഞ്ചിക്കപ്പെടരുത്. എനിക്ക് ഏതായാലും ഈ ധനവാൻ ഒരു കാര്യത്തിലെ സഹോദര സ്നേഹമുള്ളവനാ. അവൻ എന്താ പറഞ്ഞേ? എൻ്റെ 5 സഹോദരന്മാരുണ്ട്, അവരെങ്കിലും ഇവിടെ വരരുത്. എവിടെ വരരുത്? എന്നെ നോക്കിയെന്നേ യാതനാസ്ഥലം. അപ്പം ധനവാൻ യാതനാസ്ഥലത്ത് കിടന്ന് പറയുന്നത്, എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവരെങ്കിലും ഇങ്ങോട്ട് നോക്ക്, അവരെങ്കിലും ഇവിടെ വരരുത്. പക്ഷെ യാതനാസ്ഥലത്ത് കിടന്ന് അവൻ അങ്ങനെ പറയുമ്പം ധനവാന്റെ സഹോദരന്മാരുടെ വീട്ടിൽ സുവിശേഷവുമായി ചെല്ലുന്ന സുവിശേഷകരോട് ധനവാന്റെ സഹോദരന്മാർ പറഞ്ഞ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഞങ്ങളുടെ ഇച്ചായം പോടത്ത് ഞങ്ങൾക്കും പോകണമെന്ന്. അച്ചായം പറയുന്നു ദൈവത്തെ ഓർത്ത് നിങ്ങളിവിടെ വരരുത്. പക്ഷെ ഇച്ചായന്മാർ പറയുന്ന ഇച്ചായം പോടത്ത് പോകണമെന്ന്. നിന്റെ ഇച്ചായം പോടത്ത് പോകാൻ നോക്കാതെ കർത്താവ് പോയടത്ത് പോകാൻ നോക്കി. പ്രൈസ് ലോർഡ്. പുള്ളിക്കാരൻ്റെ അവസരം കിട്ടിയാൽ ഓടി നടന്ന് സുവിശേഷ വേല ചെയ്യാൻ തയ്യാറാ. അവൻ പറഞ്ഞു, അത് ഞാൻ പിന്നെ പറയാം. ഓടി നടന്ന് സുവിശേഷ വേല ചെയ്യാൻ തയ്യാറാ. ഇവിടെ എന്തുകൊണ്ട് ധനവാൻ യാതനാസ്ഥലത്ത് പോയി? വായിക്കാം. യെശയ്യാ പ്രവചനം 22-ാം അധ്യായം 12-ാം വാക്യം. യെശയ്യാ പ്രവചനം 22-ാം അധ്യായം 12-ാം വാക്യം. ശ്രദ്ധിച്ചു കേട്ടാട്ട്. യെശയ്യാ 22:12. വേഗത്തിൽ വായിക്കും സിസ്റ്ററെ. അന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് വായിച്ചു. മുട്ടയിടുന്നതിനും രട്ടുടുക്കുന്നതിനും വിളിച്ചപ്പോൾ സൈന്യങ്ങളുടെ യഹോവ രട്ടുടുക്കുന്നതിനും മുട്ടയടിക്കുന്നതിനും വിലാപത്തിനും വിളിച്ചപ്പോൾ ഒക്കെ സന്തോഷവും കാള അറക്കുക, ആടറക്കുക, ഇറച്ചി തിന്നുക, വീഞ്ഞു കുടിക്കുക, നാം തിന്നുക കുടിക്കുക, നാളെ മരിക്കുമല്ലോ എന്നിങ്ങനെ ആയിരുന്നു. അപ്പം ഇവിടെ വിലാപത്തിന് വിളിക്കുക, സൈന്യങ്ങളുടെ യഹോവ കരച്ചിലിന് വിളിച്ചു, വിലാപത്തിന് വിളിച്ചു, മുട്ടയടിക്കുവാൻ വിളിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം വരാൻ നേരമില്ലായിരുന്നു. പിന്നെ എന്തായാലും നേരം ഉണ്ടായിരുന്നേ? മൈക്ക് ശരിക്കും വായിക്കേ. ഇറച്ചി തിന്നുക, അടുത്ത് വെച്ച് വായിക്കും സിസ്റ്റർ. വിലാപത്തിനും മുട്ടയിടുന്നതിനും രട്ടുടുക്കുന്നതിനും വിളിച്ചപ്പോൾ ആനന്ദവും സന്തോഷവും. ഇറച്ചി തിന്നുക, കാള ഇറക്കുക, ഇതായിരുന്നു പരിപാടി. എന്ന് പറഞ്ഞാല് ചിലർക്ക് വിശേഷയോഗത്തിന് വിളിച്ചാൽ അതിന് നേരമില്ല. പിന്നെ എന്തിനാ നേരമുള്ളത്? ഇറച്ചി തിന്നുക, കാള ഇറക്കുക, ആററക്കുക, വീഞ്ഞ് കുടിക്കുക. ചിലർക്ക് തിന്നാനും കുടിക്കാനുമേ നേരമുള്ളൂ. സുവിശേഷ യോഗത്തിന് വരാൻ നേരമില്ല. ഇന്ന് രാത്രി ഞങ്ങൾ വടകോട്ടുകാരോട് പറയട്ടെ, ഈ യോഗം നിന്റെ നിത്യത നിർണ്ണയിക്കുന്നതാ. ഇവിടെ ആരോ പ്രാർത്ഥിച്ച് പറഞ്ഞ പോലെ, കല്യാണത്തിന് വിളിക്കുന്ന പോലെ സുവിശേഷ യോഗത്തിന് വിളിച്ചാലും വരാൻ നേരമില്ലാത്തവരോട് ഞാൻ വിളിച്ചു പറയാം. ബൈബിൾ പറയുന്നു, അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല, ദൈവവചനത്തിന് വേണ്ടിയുള്ള വിശപ്പും ദാഹവും ദൈവം ദേശത്തേക്കുന്ന കാലം വരുന്നു. ഞങ്ങളെപ്പോലുള്ള സ്റ്റേജ് പ്രാസംഗികരെ മാത്രമല്ല, ഗ്രൗണ്ടിൽ സ്തോത്രം പറയുന്ന, ഹല്ലേലൂയ പറയുന്ന പാവപ്പെട്ട ദൈവമക്കളെ തേടി നടക്കുന്ന ഒരു കാലം വരുമെന്ന് ബൈബിൾ പറയുന്നു. അന്ന് ദൈവമക്കളെ ഈ ഭൂമിയിൽ കാണുകയില്ല. ശക്തിയോടെ കർത്താവിനെ മുഖത്തപ്പെടുത്തിയാണ്. അപ്പം കാള തിന്നുക, കാള ഇറക്കുക, വീഞ്ഞു കുടിക്കുക. ചിലർക്ക് തിന്നാനേ നേരമുള്ളൂ, കുടിക്കാനേ നേരമുള്ളൂ. ഈ നോഹയുടെ കാലത്തിന്റെ പ്രത്യേകതയാ തീറ്റാകുടി. ദൈവമേ എന്ന് വിളിക്കില്ല, സുവിശേഷയോഗം വേണ്ട, വചനം കേൾക്കണ്ട, വിളിച്ചപ്പാന് നേരമില്ലായിരുന്നു. ഓക്കെ, ഇനിയും വായിച്ചാട്ട്. യെശയ്യാ പ്രവചനം 65-ാം അധ്യായം 12 മുതൽ വാക്യങ്ങൾ. യെശയ്യാ പ്രവചനം 65-ാം അധ്യായം 12-ാം വാക്യം. യെശയ്യാ പ്രവചനം 65:12. ശക്തമായി നന്നായി വായിച്ചുകൂടെ കേൾക്കട്ടെ. ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ ഉത്തരം പറയാതെയും ഞാൻ അരുളി ചെയ്തപ്പോൾ കേൾക്കാതെയും എനിക്ക് അനിഷ്ടമായത് പ്രവർത്തിച്ച് എനിക്ക് പ്രസാദമല്ലാത്ത തിരഞ്ഞെടുത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ വാളിന് നിയമിച്ചു കൊടുക്കും. നിങ്ങൾ എല്ലാവരും കൊലയ്ക്ക് കുനിയേണ്ടി വരും. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ എന്റെ ദാസന്മാർ ഭക്ഷിക്കും, നിങ്ങളോ വിശന്നിരിക്കും. എന്റെ ദാസന്മാർ പാനം ചെയ്യും, നിങ്ങളോ ദാഹിച്ചിരിക്കും. എന്റെ ദാസന്മാർ സന്തോഷിക്കും, നിങ്ങളോ ലജ്ജിച്ചിരിക്കും. എന്റെ ദാസന്മാർ ഹൃദയം കൊണ്ട് ഘോഷിക്കും, നിങ്ങളോ മനോവ്യസനം കൊണ്ട്
ഇത് വിളിച്ച് മനോവ്യഥയാൽ മുറയിടും. എന്നെ ശ്രദ്ധിച്ച്, ഇതിന്റെ ക്ലിയർ ആക്കപ്പെടണമെങ്കിൽ ഒരു വാക്യം കൂടെ വായിക്കുമ്പോഴേ, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരുന്ന കേട്ടോ, അങ്ങോട്ടും ഇവിടെ ആലസ്യമായി നടക്കരുത്. ഒരു വാക്യം കൂടെ വായിച്ചാൽ ഇത് ക്ലിയർ ആക്കത്തുള്ളൂ. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 20 വാക്യങ്ങൾ വായിച്ചാണ്. ലൂക്കോസ് വിശേഷം 6-ാം അധ്യായം 20 വാക്യം. കുഴപ്പമില്ല, സിസ്റ്റർ കേൾക്കുന്നുണ്ട്, വായിച്ചോട്ടോ. ലൂക്കോസ് വിശേഷം 6-ന്റെ വാക്യങ്ങൾ വായിച്ചു. അനന്തരം അവൻ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത്, ദരിദ്രന്മാരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങൾക്കുള്ളത്. ഇപ്പോൾ വിശക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് തൃപ്തി വരും. ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. അടുത്തത്, മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദേഷിച്ച് ഭ്രഷ്ടരാക്കി നിന്ദിച്ച് നിങ്ങളുടെ പേർ വിളക്കെന്ന് തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. കൈ ഉയർത്തിയ ഒരു സ്തോത്രശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. സുന്ദരി പറഞ്ഞു. അടുത്ത് വായിച്ചു. നിങ്ങളുടെ പ്രതിഫലം സ്വർഗ്ഗത്തിൽ വലിയത്. അടുത്തത്, അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോട് അങ്ങനെ തന്നെ ചെയ്തുവല്ലോ. അടുത്തത്, എന്നാൽ സമ്പന്നന്മാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. നിങ്ങളുടെ ആശ്വാസം ഇത് തന്നെയാണ് ലാസറിനോടും ധനവാനും നമ്മൾ പറഞ്ഞത്. ധനവാനോട്, നീ നിന്റെ ആയുസിൽ സന്തോഷം അനുഭവിച്ചു, ഇവനോ ദുഃഖിച്ചു, ഇവൻ ഇവിടെ ആശ്വസിക്കുന്നു. അതായത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 800 കോടിയോളം ജനങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ഈ 800 കോടി ജനങ്ങളെ വിശുദ്ധ ബൈബിൾ രണ്ടായിത്തിരിക്കുന്നു. ഒന്ന്, ഇപ്പോൾ സന്തോഷിക്കുന്നവർ. രണ്ട്, ഇപ്പോൾ ദുഃഖിക്കുന്നവർ. ഒന്ന്, ഇപ്പോൾ വിശന്നിരിക്കുന്നവർ. രണ്ട്, ഇപ്പോൾ തൃപ്തരായവർ. ഇപ്പോൾ അപമാനം സഹിക്കുന്നവർ, ഇപ്പോൾ ആക്ഷേപം സഹിക്കുന്നവർ. ഈ രാത്രി നിങ്ങൾ ഏത് കൂട്ടത്തിലാ? ഇപ്പോൾ കരയുന്നവരുടെ കൂട്ടത്തിലാണോ? ഇപ്പോൾ വിശക്കുന്നവരുടെ കൂട്ടത്തിലാണോ? ഇപ്പോൾ അപമാനം സഹിക്കുന്നവരുടെ കൂട്ടത്തിലാണോ? വിശുദ്ധ ബൈബിൾ പറയുന്നു, ഹല്ലേലൂയ, നിന്റെ കരച്ചിൽ സന്തോഷമായി മാറുവാൻ പോകുന്നു. നിന്റെ ആക്ഷേപം ആനന്ദമായി മാറുന്നു. ബൈബിൾ പറഞ്ഞു, ഇന്നു ഞങ്ങൾ ദുഃഖിക്കുന്നുണ്ട്, ലോകത്തിൽ നിന്നിതരായി, അന്ന് ഞങ്ങൾ ആനന്ദിച്ചിടും, ദൂതരാൽ വന്നിതരായി. ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ. ഇന്ന് അപമാനിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാണോ നിങ്ങൾ? ഇന്ന് ആദരിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാണോ? ഇന്ന് നിന്ദിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാണോ? ഇന്ന് അംഗീകരിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാണോ നിങ്ങൾ? രണ്ടു കൂട്ടരുണ്ട്, വ്യത്യസ്തപ്പെടാൻ പോവുക. ഇന്ന് കരയുന്നവൻ ആനന്ദിക്കുന്ന ദിവസം വരാൻ പോവാ. അത് ഒന്നുകൂടെ മനസ്സിലാക്കി തരാം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 15-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 15-ാം വാക്യം. വെളിപ്പാട് 6-15. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകലദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവീ. സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പീൻ. അവരുടെ കോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയുമെന്ന് പറഞ്ഞ് നിലവിളിച്ചു തുടങ്ങി. കണ്ടോ, ഈ ഞാൻ പെന്തക്കോസ്തി ജനിച്ചു വളർന്നവനാണ്. ദൈവകൃപയാൽ എനിക്ക് അങ്ങനെ ഭാഗ്യം കിട്ടി. പണ്ടത്തെ പെന്തക്കോസ്തി ഇന്നത്തെ പോലൊന്നും അല്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അന്നില്ല. ഇതുപോലുള്ള സുവിശേഷ യോഗങ്ങളാണ്. ഓലക്കീറിലാണ് സുവിശേഷ യോഗം വെക്കുന്നത്. കിയോ എന്ന് കാര്യം രണ്ടൊന്ന് മൈക്കും കൊണ്ട് വെക്കും. തമ്പേറാണ്, പിന്നെ പെട്രോൾ മാക്സ് ഒക്കെയാണ്. ഇപ്പം അന്ന് സുവിശേഷ യോഗം തുടങ്ങുമ്പോൾ നാട്ടുകാർ പറയാൻ തുടങ്ങും, പെന്തക്കോസ്തുകാരുടെ നിലവിളി ആരംഭിച്ചതാണ്. എന്തോ ആരംഭിച്ചു? ഈ വല്ലോ ഒന്ന് പറയുന്നേ, നിലവിളി. ഈ കാലം മാറി. ഇന്ന് ഏറ്റവും നല്ല, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, AC റൂമിലൊക്കെ ഇരുത്തിയാണ് സുവിശേഷ യോഗം നടക്കുന്നത്. നല്ല ഗായക സംഘം, നല്ല സിസ്റ്റം, നല്ല അറേഞ്ച്മെന്റ്. പക്ഷെ ഇപ്പോഴും ചിലര് വീട്ടിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞാൽ ആ പെന്തക്കോസ്തുകാർ വടക്കോട് ജംഗ്ഷനിൽ നിലവിളി തുടങ്ങിയടാന്നാ. ഇപ്പോഴും അവർക്ക് നമ്മുടെ പാട്ട് പറവാസേ നിലവിളിയാ. നിരാത്തി ഞങ്ങൾ പോലും ശരിയാ, ഞങ്ങൾക്ക് നിലവിളിയുണ്ട്. ഇന്ന് ഞങ്ങൾ നിലവിളിക്കുന്നുണ്ട്, ഇന്ന് ഞങ്ങൾ ദുഃഖിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ നിലവിളി തീരും, അന്ന് നിന്റെ നിലവിളി ആരംഭിക്കും. ഞങ്ങളുടെ നിലവിളി തീരുന്ന നിലവിളിയാ. പക്ഷെ ആ നിലവിളി തീരാത്ത നിലവിളിയാ. എന്താ എഴുതിയിരിക്കുന്നത്? രാഷ്ട്രമീമാംസകന്മാരും തത്വചിന്തകന്മാരും ഭരണാധികാരികളും പ്രസിഡന്റുമാരും ജില്ലാ കളക്ടർമാരും MP-മാരും MLA-മാരും എല്ലാം പാറകളോടും മലകളോടും, മലകളെ ഞങ്ങളുടെ മേൽ വീഴുവീന്ന് നിലവിളിച്ചു തുടങ്ങും. അവിടെ ലാസറിന് ധനവാനും നമ്മളെ വ്യത്യാസം. ധനവാനോട് പറഞ്ഞു, നീ അവിടെ ആശ്വസിച്ചു, ഇവൻ അവിടെ ദുഃഖിച്ചു. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുക. അപ്പം ധനവാന്റെ ഒന്നാമത്തെ റിക്വസ്റ്റ്, ഒരു തുള്ളി വെള്ളവുമായി
യാതനാസ്ഥലത്തേക്ക് പോകണം. അവൻ പറഞ്ഞു നോക്കില്ല, നമുക്ക് തമ്മിലൊരു പിളർപ്പുണ്ട്, ഇവിടുന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും നോക്കില്ല. ഇതാദ്യം നമ്മൾ മനസ്സിലാക്കണം. ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ട് കഴിഞ്ഞാൽ ആർക്കും നിങ്ങൾ രക്ഷിപ്പാൻ കഴിയില്ല. അവൻ്റെ വിളി വിളിച്ച് അവിടെ കിടന്ന് അബ്രഹാം പിതാവേ, ഒറ്റ വിളിയാ, നല്ല വിളിയാ. ചില ആളുകൾ പറയാം അബ്രഹാം പിതാവേ എന്ന് വിളിച്ചല്ലോ എന്ന്. ശരിയാ, വിളിച്ചു, അബ്രഹാം മോനേന്നും വിളിച്ചു. ആ വിളിയുടെ പേരാ ചുമ്മാ വിളി, ഒരു ഗുണമില്ല. രാത്രി ഞാൻ പറയാം, ശരീരത്തിന് വേർപെട്ട് ആത്മാവ് വേർപെട്ട് യാതനാസ്ഥലത്ത് എന്നിട്ട് അബ്രഹാം പിതാവിനെ വിളിച്ചാലും യൗസേപ്പ് പിതാവിനെ വിളിച്ചാലും ഒരു രക്ഷയില്ല. ജീവനോടിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഇത് യാഥാർത്ഥ്യമാ സുഹൃത്തുക്കളെ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ട ശേഷം നിങ്ങളുടെ ആത്മരക്ഷ മല്ലവരെ ഏൽപ്പിച്ചിട്ട് പോയാൽ നിങ്ങൾ എങ്ങനെ എത്തുമെന്നാണ് നിങ്ങൾ ചിന്തിച്ചേ. ഇപ്പോൾ ഒരു മനുഷ്യന് മക്കളുണ്ട്, പൈസയുണ്ട്, അവൻ മദ്യപാനിയായി തല്ലിപ്പൊളിയായി കൊലപാതകനായി ജീവിച്ചു. പൈസയുള്ള അവൻ്റെ മക്കൾ അവന് വേണ്ടി ചൊല്ലും ചൊലുത്തി നൽകി അവനെ കയറ്റിയെന്നിരിക്കട്ടെ. അപ്പം മക്കളില്ല, പണമില്ലാത്തൊരുത്തൻ്റെ ആത്മാവ് എവിടെ പോവും? എവിടെ പോവും? സ്വതന്ത്രം. ഇതിൻ്റെ ആരംഭം തന്നെ എങ്ങനെയെന്ന് അറിയാം. ബെസ്പുർഖാനയുടെ ആരംഭം, ഒരു വലിയ പള്ളിപ്പണിക്ക് പണം ആവശ്യം വന്നപ്പോൾ ഒരു മനുഷ്യൻ കണ്ടുപിടിച്ച മാർഗമാണ് വലിയൊരു വഞ്ചിക്കുറ്റിയുമായി സഭകളിൽ പോവുക, പള്ളികളിൽ പോവുക. എന്നിട്ട് അവരോട് പറയുകയാണ്, നിങ്ങളുടെ പിതാക്കന്മാർ ബെസ്പുർഖാനായി കിടന്ന് നിലവിളിക്കുന്നു, നിങ്ങൾ ഇതിനകത്ത് പണമിടണം. നിങ്ങൾ, ഇത് ചരിത്രമാണ് ഞാൻ പറഞ്ഞത്, ഈ പണം നിങ്ങളിലേക്ക് ഇടുമ്പം ഠിങ് എന്ന് ഈ പണം അടി വന്ന് അടിക്കുമ്പം നിങ്ങളുടെ പിതാക്കന്മാരുടെ ആത്മാക്കൾ ഠങ് എന്ന് പറഞ്ഞ് മുകളോട്ട് പോകുന്നു. സ്വതന്ത്രം. പണ്ടൊരു തമിഴിനോട് പറഞ്ഞു, എടാ നിന്റെ അപ്പം കിടന്ന് യാതനാസ്ഥലത്ത് കിടന്ന് കരയെന്ന് കണ്ടില്ലയോടാ, മേളി കേട്ടുണ്ടായോ എന്ന്. അവനെങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ചൊല്ലും ചൊല്ലുത്തും ഒക്കെ ചെയ്യാൻ പൈസ കൊടുത്ത് കയറ്റി. അടുത്ത വർഷവും പറഞ്ഞു, അവൻ അവിടെ കിടന്ന് കരയുന്ന കണ്ടല്ലോ, മേളി കയറ്റണം. അപ്പം തമിഴൻ പറഞ്ഞു, കഴിഞ്ഞ വർഷം നിങ്ങളെല്ലാം കൂടെ മേളി കയറ്റിയതാ, എൻ്റെ അപ്പനെ ആര് താഴെ ഇറക്കിയെന്ന് പറഞ്ഞിട്ട് ഇനി ഞാൻ മേളി കയറ്റത്തുള്ളൂ. കുറഞ്ഞ പക്ഷം ആ തമിഴൻ്റെ ബുദ്ധിയെങ്കിലും ഉണ്ടാകട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ സ്വർഗത്തിൽ പോകാമായിരുന്നെങ്കിൽ യേശു ക്രിസ്തു എന്തിനാ ഇവിടെ വന്നേ? യേശു എന്തിനാ ക്രൂശിക്കപ്പെട്ട്? ന്യായപ്രമാണത്തിന് കഴിയാതിനെ സാധിപ്പിക്കുവാൻ ദൈവം തന്റെ പുത്രനെ ജഡത്തിന് അയച്ചു, ജഡത്തിൽ ശിക്ഷ വിധിച്ചു. പുത്രൻ വിശ്വസിക്കുന്നവന് പറ നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. സഹോദരങ്ങളെ, ഞങ്ങൾ കുറ്റം പറയല്ല, നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. ശരീരത്തിൽ ആത്മാവ് വേർപെട്ട ശേഷം ആർക്കും നിങ്ങളെ രക്ഷിപ്പാൻ കഴിയില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ദൈവം എങ്ങനെ നീതിമാനാകുന്നത്? കാശുള്ളവനെല്ലാം അങ്ങ് പോയില്ലേ? കാശില്ലാത്തവരെന്ത് ചെയ്യും? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, തലമുറയില്ലാത്തവരെന്ത് ചെയ്യും? ഒരു കവി, പ്രശസ്തനായ ഒരു കവി ഇവിടെ ഉണ്ടായിരുന്നു. അയാൾ എഴുതിയിട്ട് പോയി, കൂതാശ നൽകിയാൽ കൂസാതെ പാപിക്കും, പർദീസ പാസ്പോർട്ട് നൽകും ദൈവം എന്ത് ചെയ്യും? കൈക്കൂലി നൽകിയാൽ കള്ളനെ കൈയോടെ കൈലാസം എത്തിക്കും ദൈവം എന്ത് ദൈവം? കഷ്ടം മതങ്ങളെ, നിങ്ങൾ തൻ ദൈവങ്ങൾ നട്ടല്ലൊടിഞ്ഞത് കഷ്ടം തന്നെ കേട്ടോ. കൈക്കൂലി വാങ്ങി മേളോട്ട് വിടുന്നവനല്ല ദൈവം. പ്രൈസ് ലോർഡ്. തന്റെ പുത്രനെ കാൽവറിയിൽ തകർത്തത് നിന്നെ രക്ഷിപ്പാനാ. ജീവനോടെ ഇരിക്കുമ്പോൾ ഗൽഗതത്തോടും മനത്തകർച്ചയോടും കൂടി, യേശുവേ നീ എന്റെ പാപത്തിന് പരിഹാരമായി മരിച്ചു വിശ്വസിക്കുന്നു, നിന്റെ രക്തത്താൽ എന്റെ പാപം കഴുകണമേ നീ പ്രാർത്ഥിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ രക്തം നിന്റെ സകല പാപം പോക്കി ശുദ്ധീകരിക്കും. ഇന്നേക്ക് 2000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ചിതറിത്തെറിച്ച യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് ഈ രാത്രി നിന്റെ പാപം മോചിപ്പാൻ ശക്തിയുണ്ട്, രോഗം സൗഖ്യമാക്കാൻ ശക്തിയുണ്ട്, പൈശാചിക ബന്ധനത്തിൽ നിന്ന് നിന്നെ വിടുവിപ്പാൻ ശക്തിയുണ്ട്. ആ രക്തത്തിന്റെ ശക്തി ഇപ്പോൾ ഇവിടെ വ്യാപരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒന്നിച്ച് കരമടിച്ച് ശക്തിയോടെ സ്തോത്രം പറയാം. സഹോദരങ്ങളെ, സ്നേഹിതരെ, ആത്മരക്ഷ വലുതാണ്. ശരീരത്തിന് ആത്മാവ് വേർപെടും മുമ്പ് ആത്മരക്ഷ പ്രാപിക്കണം. മരണശേഷം ജീവിച്ചിരിക്കുന്നവർക്കോ മരിച്ചവർക്കോ നിങ്ങളെ സഹായിപ്പാൻ കഴിയില്ല. നിങ്ങളെ അങ്ങനെ ആരെങ്കിലും പറഞ്ഞു വിശ്വസിപ്പിക്കുന്നെങ്കിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടുകയാണ്. യേശു കർത്താവ് അസന്നിഗ്ധമായി എത്ര തെളിവുകളുണ്ടെന്നറിയാം. ചില അവിടെ എല്ലാം തെളിവ് നോക്ക്. വേദപുസ്തകത്ത് പോലും മരിച്ചവരോട് പ്രാർത്ഥിച്ചതായിട്ടില്ല, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായിട്ടുമില്ല. മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട് കർത്താവ്. അതുകൊണ്ട് ഇവിടെ വായിച്ചത് ഇങ്ങനെയാണ്. ആദ്യം അവൻ പറഞ്ഞു, ഒന്നാമത്തെ റിക്വസ്റ്റ് എൻ്റെ അരികിലേക്ക് വിടണം. തമ്പുരാൻ പറഞ്ഞോ, ഇവിടുന്ന് അങ്ങോട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കില്ല, അത് ഓർത്തോണം. പിന്നെ പറഞ്ഞു,
എവിടേക്ക് വിടണം? സഹോദരന്മാരുടെ അരികിലേക്ക് വിടണം. ഉടനെ കർത്താവ് പറഞ്ഞു നോക്കില്ല, അവിടെ ആരൊക്കെയുണ്ട്? മോശയും പ്രവാചകന്മാരും ഉണ്ട്. അതാണ് മുമ്പേ പറഞ്ഞത്. ഈ മോനച്ചനും അടുത്ത ദിവസം ഇവിടെ ഇവിടെ പ്രസംഗിക്കാൻ വരുന്നത് കീസി ചെറിയാനും സുഭാഷ് കുമരവും ടാർസനും ഇവിടെ ഇരിക്കുന്ന ദേവദാസന്മാരും കൂടെ അവൻ്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടോണം ജീവിച്ചിരിക്കുന്നവരുടെ. അപ്പോൾ ഉടനെ അവൻ എന്താ പറഞ്ഞത്? സിസ്റ്റർ എന്ന് വായിച്ച ഉടനെ ഈ ധനവാൻ എന്താ പറഞ്ഞത്? അല്ലല്ല 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 അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നുവെങ്കിൽ അവർ മാനസാന്തരപ്പെടുമെന്ന് പറഞ്ഞു. യാതനാസർദ കിടക്കുന്നെങ്കിലും അവന് അബ്രഹാം പിതാവിന് ക്ലാസ് എടുക്കുക. അല്ലല്ല അബ്രഹാം പിതാവേ, അങ്ങനല്ലെന്ന്. ഇവിടെ അല്ലല്ല പറയുന്നവൻ അവിടെ അല്ലല്ല പറയും. രക്ഷിക്കപ്പെടണം അല്ലല്ലല്ല, മാനസാന്തരപ്പെടണം അല്ലല്ലല്ല, വിശ്വാസ സാധനമാണ് ശരി അല്ലല്ലല്ല. ഇവിടെ അല്ലല്ല പറയുന്നവിടെ അല്ലല്ല പറയും. സ്വതന്ത്രം അല്ലല്ല അബ്രഹാം പിതാവേ. അബ്രഹാം പിതാവിന് ക്ലാസ് എടുക്കുക. എന്നിട്ട് പറഞ്ഞ് മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നുവെങ്കിൽ അവർ മാനസാന്തരപ്പെടുമെന്ന് വലിയ അത്യാവശ്യമല്ലേ? സ്വതന്ത്രം. ചില ആളുകളൊക്കെ പറയുന്നത് ഞാൻ സ്നാനപ്പെടത്തില്ല, സ്നാനപ്പെടണമെങ്കിൽ ദൈവം എന്നോട് നേരിട്ട് ഇടപെടണമെന്നാണ്. ഇവിടെ ഇന്ത്യ ഗവൺമെൻറ് ഒരു നിയമം പാസ്സാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി എൻ്റെ അടുക്ക വന്നാലേ ഞാൻ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഗോതമ്പൂട്ട ഇന്നത്തില്ലേ? ഇന്ത്യൻ പ്രസിഡന്റ് വന്ന് പറഞ്ഞാലേ ഞാൻ അനുസരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നീ എവിടെ കിടക്കും? നിന്നോട് അറിയിക്കേണ്ടത് മുഴുവൻ ഈ വചനത്തിലൂടെ ദൈവം അറിയിച്ചു കഴിഞ്ഞു. ഇതാണ് തിരുവെടുത്ത്. മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടവൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ നാമത്തിൽ സ്നാനപ്പെടണം. അവൻ വേർവാണ്ട് വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിക്കണം. ഇതാണ് വേദപുസ്തക വ്യവസ്ഥ. ഇതൊക്കെ നിങ്ങൾ കേൾക്കാതിരിക്കുക, ഞങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. സ്തോത്രം. അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുവൻ എഴുന്നേറ്റ് തന്നാൽ അവർ മാനസാന്തരപ്പെടും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മരിച്ചവൻ ചെന്നാൽ മാനസാന്തരപ്പെടുവോ? ഉറക്കെ പറ. ഇല്ല. കാരണം ലാസർ അവിടെങ്ങാനും ചെന്നാൽ ഇവന്മാരെല്ലാം കൂടെ ബോധം കെട്ട് വീഴും. അവർ പറയുന്ന ആണ്ട്രാ കയറി വരുന്നു, വല്ലാതെ മരിച്ചതാ കയറി വരിക. ചില ആളുകളുടെ ധാരണ വല്ലാതെ മരിച്ചവർ വരുമെന്നാ. വല്ലാതെ മരിച്ചവരും വരത്തില്ല, അല്ലാതെ മരിച്ചവരും വരില്ല. മരിച്ച രക്ഷിക്കപ്പെടാത്തവൻ്റെ ശരീരം ഇവിടെ റെസ്റ്റിൽ, ആത്മാവ് അവിടെ അറസ്റ്റിൽ. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചോണം. ആരും വരില്ല. ചിലരുടെ പിറന്ന് 40-ാം ദിവസം വരും. ജീവിച്ചിരിക്കുമ്പോൾ ഒന്നും കൊടുക്കത്തില്ലേലും അന്ന് ശരി ശാപ്പാടൊക്കെ ഒരുക്കി വെക്കും. അന്ന് കഴിച്ചുകൊണ്ടങ്ങ് പോട്ടെന്ന് വിചാരിച്ച് ശല്യം ചെയ്യാതെ. വേദപുസ്തകത്തിന് വ്യവസ്ഥയില്ല. ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടു പോകുന്ന നിമിഷത്തിൽ ഒന്നുകിൽ പർദീസിലേക്ക് പറക്കും. ദൈവത്തിന്റെ യാതനകളും വേദനകളും അന്ന് തീരും. അല്ലാത്തവന്റെ യാതന അന്ന് ആരംഭിക്കും. അവിടുന്ന് പിന്നെ എക്സ്ക്യൂസ് ഇല്ല, പരോളില്ല, ഇവിടെ വരില്ല. പണ്ടൊരു ദൈവദാസൻ അതിനെക്കുറിച്ച് പാടി. എന്താണെന്നറിയാമോ? ഒരമ്മ അപ്പം പോയി 40-ാം ദിവസം അപ്പനെല്ലാം ഒരുക്കി വെച്ചു. അപ്പൻ ഒരുക്കി ഇങ്ങനെ ഫുഡെല്ലാം വെച്ചു നോക്കുമ്പം പട്ടി വന്നടിച്ചുകൊണ്ടിരിക്കുക. അപ്പം പാടി. അമ്മ വിചാരിക്കുന്ന അപ്പം വന്നാ. അപ്പം പറയുകയാണ്, വട്ടമൂഞ്ചിയുള്ളവനായി പോയി ഇതാണ്ട് നീണ്ട മൂഞ്ചിയുള്ളവനായി വന്നേന്ന്. വാലില്ലാത്തവനായി പോയി ഇതാണ്ട് വാലും കൊണ്ട് വന്നേ. 2 കാലുള്ളവനായി പോയി ഇതാണ്ട് 4 കാലേ വന്നേ. സുഹൃത്തേ, ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടാൽ ആർക്കും മടങ്ങി വരാൻ കഴിയില്ല. വരും അന്ത്യകാഹളനാദത്തിങ്കൽ വിശുദ്ധന്മാർ ഉയർക്കും. അതിന് 1007 വർഷം കഴിഞ്ഞ് മറ്റൊരു വിളി മുഴക്കും. 2 വിളിയുണ്ട്. ഒന്നാമത്തെ വിളി യാഗം ചെയ്തതിനോട് നിയമിച്ച വൃതന്മാരെ എൻ്റെ അരികിൽ വരുന്ന വിളിയാ. ആ വിളിയിൽ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ പാപമോചനം പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ട് ഉപദേശ വിശുദ്ധിയിൽ ജീവിത വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ ഭൂമിയുടെ ഗുരുത്താകണ ശക്തിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഉയർക്കും. ആ വിളി മുഴങ്ങി 1007 വർഷം കഴിയുമ്പോൾ മറ്റൊരു വിളി മുഴങ്ങും. ആ വിളി ഇതാണ്, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ. 2 വിളി. ഒന്ന്, യാഗം ചെയ്യുന്നതോട് നിയമം ചെയ്യുന്ന പ്രധാന്മാരെ എൻ്റെ അടുക്കൽ കൂടുവീൻ. നിങ്ങൾ ഏത് വിളിക്കാ കാത്തിരിക്കുന്നേ? 2ാമത്തെ വിളി, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ. ഒരു വിളിയിൽ ആർത്തുകൊണ്ടുവരും, മറ്റൊരു വിളിയിൽ വിറച്ചു കൊണ്ടുവരും. അതാ പറഞ്ഞത്, എങ്കിൽ ആശ്ചര്യപ്പെടരുത്. കളറുകളെല്ലാവരും ഇവിടെ ശബ്ദം കേൾക്കുകയും നന്മ ജീവനായും തിന്മ ന്യായവിധിക്കായും പുറത്വാനം ചെയ്യും. ഇത് യേശു കർത്താവ് പറഞ്ഞേ. ഇത് ആശ്ചര്യമുണ്ടാക്കുന്നതാണ് മനുഷ്യന്. കാരണം മണ്ണി മറയപ്പെട്ട മനുഷ്യനൊക്കെ വരുമോ?
ദൈവവിശ്വാസിയായ ഒരു ശാസ്ത്രജ്ഞന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, എങ്ങനെയാണ് മരിച്ചവർ ഉയർക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഒരു ഇരുമ്പ് കഷ്ണം കൊണ്ടുവരാൻ പറഞ്ഞു. അത് ഇടിച്ച് പൊടിച്ച് മണ്ണിൽ വാരി വിതറി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു മാഗ്നറ്റിക് ദണ്ട് കൊണ്ടുവരാൻ പറഞ്ഞു, ഒരു കാന്തം കൊണ്ടുവരാൻ പറഞ്ഞു. അദ്ദേഹം അതിൻ്റെ മുമ്പിൽ ഓടിച്ചപ്പോൾ മണ്ണിൽ മറയപ്പെട്ട് കിടന്ന് ഇരുമ്പൈരുകൾ ഫും 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 എന്ന് ചാടിപ്പിടിച്ച് ഒന്നിച്ചു ചേർന്നു ഇരുമ്പൈരിലോട്ട്, ആ മാഗ്നറ്റിക് ദണ്ടിലേക്ക്, കാന്തത്തിലേക്ക്. ഈ ശാസ്ത്രജ്ഞകാരൻ പറഞ്ഞു, കേവലം ഒരു കാന്തത്തിന് മണ്ണിൽ മറയപ്പെട്ട് കിടന്ന് ഇരുമ്പൈരിനെ ഒന്നിച്ചു കൂട്ടാനും മേളോട്ട് ആകർഷിപ്പിക്കാനും കഴിഞ്ഞെങ്കിൽ സകലത്തെയും തന്റെ വ്യാപാര ശക്തിയിൽ വഹിക്കുന്ന ദൈവത്തിന് കഴിയത്തില്ലയോ? വിശുദ്ധ ബൈബിൾ പറഞ്ഞു, നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ, കൈയുയർത്തി പറ, തിരികെ വരുവീന്ന് മരളി ചെയ്യുന്നു. മണ്ണിലേക്ക് പറഞ്ഞയക്കുന്നവൻ തന്നെ തിരികെ വരുത്താൻ ശക്തനാണ്. അവൻ പറഞ്ഞത് ഒരത്ഭുതം നടന്നാൽ അവർ മാനസാന്തരപ്പെടുവെന്ന. അതായത് മരിച്ച ഒരാൾ ഉയർത്തെഴുന്നേറ്റ് എന്നാൽ അവർ മാനസാന്തരപ്പെടുവെന്ന. പക്ഷെ ഈ ലാസർ മരിച്ചപ്പോൾ അവർ മാനസാന്തരപ്പെടുകയല്ല, ലാസറിനെ കൊല്ലാൻ പ്ലാൻ ചെയ്തു. യേശുക്രിസ്തു ലാസറിനെ ഉയർപ്പിച്ചതിനാൽ അവനെയും കൊല്ലാൻ പ്ലാൻ ചെയ്തു. ഇതാ ലോകം. വെള്ളമടിച്ച് വല്ലോനെയും തല്ലും കൊണ്ട്, വല്ലോൻ്റെയും തല്ലും കൊണ്ട് ഓടെ കിടന്നാലും കുഴപ്പമില്ല, കുടുംബം മുടിഞ്ഞാലും കുഴപ്പമില്ല. മാനസാന്തരപ്പെട്ടവനെ, യേശുവിനെ സാക്ഷിക്കുന്നവനെ ലോകം ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവം ഒരുത്തനെ ഉയർത്തി നിർത്തിയാൽ ദൈവത്തിന്റെ കാലാവധി വരെ അവനോട് കാണും. അവനെ നിനക്ക് തൊടാൻ കഴിയില്ല, അവനെ തകർക്കാൻ കഴിയില്ല. എത്ര പേർക്ക് ശക്തിയോടെ സ്തോത്രം പറയാൻ കഴിയും? ദൈവം തന്ന ആയുസ്സ് നമ്മൾ യേശുവിന്റെ നാമത്തെ ഉയർത്തും. ഒരത്ഭുതം നടന്നാൽ മാനസാന്തരപ്പെടുമെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ഞങ്ങൾ വടകാട് പറയട്ടെ, ഇന്നൊക്കെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരത്ഭുതം നിന്റെ രക്ഷയ്ക്കായി നടന്ന് കഴിഞ്ഞു. 2 കള്ളന്മാരുടെ മധ്യ ഒരു കള്ളനെ പോലെ, കണ്ടാൽ ആൺ തോന്നുമാറ് വിരുവനായി, കൈ കാലുകൾ കാരിലും പാണികളാൽ കുത്തി തുളയ്ക്കപ്പെട്ടവനായി, കണ്ണത്തടികളേറ്റവനായി, കയ്പ് വെള്ളം കുടിച്ചവനായി, മനുഷ്യവർഗത്തിന്റെ പാപ ശാപ രോഗദുരിതങ്ങൾ സ്വന്തം ശിരസിന്മേൽ വഹിച്ചുകൊണ്ട് യേശു കർത്താവ് കാൽവറിയിൽ പിടഞ്ഞു മരിച്ചു. അരിമത്യക്കാരൻ യോസഫിന്റെ കടം വാങ്ങി കല്ലറയിൽ അവൻ അടക്കം ചെയ്യപ്പെട്ടു. 3-ാം നാളിൽ മരണത്തെ തോൽപ്പിച്ച്, ഹല്ലേലൂയ, പാതാളത്തെ തോൽപ്പിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റു. നിന്റെ രക്ഷയ്ക്കായി ഇനി ഒരു അത്ഭുതം നടക്കണ്ട. ആ അത്ഭുതം കാൽവറിയിൽ നടന്നു കഴിഞ്ഞു. നിനക്ക് സ്വർഗരാജ്യ പ്രവേശനത്തിന്, സായുജ്യമടയുവാൻ, നിത്യതയിലെത്തുവാൻ, ആത്മരക്ഷ പ്രാപിപ്പാൻ ഒരൊറ്റ മാർഗം, ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല. ജീവിച്ചിരുന്ന യേശുവിൽ വിശ്വസിക്കുന്നവനാരും മരിക്കില്ല. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്തോ നല്ല പ്രസ്താവനയാ. ഒരു കൂട്ടർ മരിക്കില്ല, ഒരു കൂട്ടർ രൂപാന്തരപ്പെടും. ഞാൻ നിത്യതയെക്കുറിച്ചുകൂടെ പറഞ്ഞു നിർത്താം. അതും പറഞ്ഞത് യേശു ക്രിസ്തുവാണ്. മരണം കൊണ്ട് മനുഷ്യൻ അവസാനിക്കില്ല, നിത്യതയുണ്ട്. നിത്യതയെക്കുറിച്ച് 2 നിത്യത, അതിനിടയിലിടമില്ല, ഉണ്ടെന്ന് ബൈബിള് പറയുന്നു. എലീശയുടെ അസ്ഥിത്തോട്ട് ജീവിച്ചെന്നോ 40 ദിവസം കർത്താവ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ജീവിച്ചതിന് തെളിയിക്കാനൂടെ ഉണ്ടായിരുന്നു. ഇതൊന്നും അല്ലാതെ വേദവസത്തിൽ വേറെ ബാക്കിയില്ല. സ്തോത്രം. എന്താണ് നരകത്തെക്കുറിച്ച് യേശു കർത്താവ് പറഞ്ഞെന്നറിയാമോ? എവർലാസ്റ്റിംഗ് ഫയർ, മത്തായി സുവിശേഷം 25:41, നിത്യാഗ്നി. എവർലാസ്റ്റിംഗ് പണിഷ്മെന്റ്, മത്തായി 20:46, നിത്യദണ്ഡനം. എവർലാസ്റ്റിംഗ് ഡാമിനേഷൻ, മർക്കോസ് 3:29. ഹെൽ ഫയറി, മത്തായി 5:22, അഗ്നി നരകം. ലേക്ക് ഓഫ് ഫയർ, തീയും കന്തപ്പം തീപ്പൊയ്ക, മത്തായി 21:8. ഏറ്റവും പുറത്തുള്ള ഇരുട്ട്, 5 വിധ ദണ്ഡനോപാധികളാൽ അവിടെ ദണ്ഡിക്കപ്പെടുന്നു. തീയ്, പുക, പുഴുക്കൽ, ഗന്ധകം, ഇരുട്ട്. ഒന്നുകൂടെ പറയാം, നിത്യാഗ്നി, നിത്യദണ്ഡനം, നിത്യശിക്ഷ, അഗ്നിനരകം, തീപ്പൊയ്ക, തീയും ഗന്ധവും കത്തും തീപ്പൊയ്ക. ഇതെല്ലാം നിത്യതയാണ്, എവർ ലാസ്റ്റിംഗ്, ഫോർ എവർ. ഇവിടെ ആരോ പറഞ്ഞു ഇവിടുത്തെ ആയുസ് 70, അതാണ് നിയോഗം മെസ്സേജ് പറയാൻ. ഏറെ ആയാൽ 80. പക്ഷെ നീ പോയി കിടക്കാൻ പോകുന്ന നരകം 70 അല്ല, 80 അല്ല, 90 അല്ല, 100 അല്ല, കോടാനുകോടി യുഗങ്ങളാണ്. ഒന്നീ സ്വർഗമല്ല നരകം, അതിനിടയിലില്ല. നിങ്ങളുടെ ആത്മരക്ഷ, നിങ്ങളുടെ പ്രാണം പോകുമ്പോൾ ഓർക്കണം. ഒന്നുകൂടെ പരിശുദ്ധാത്മ പറയാ, വല്ലവനെ ഏൽപ്പിച്ചിട്ട് പോകല്ലേ, മക്കളെ ഏൽപ്പിച്ചിട്ട് പോകല്ലേ. വചനപ്രകാരം രക്ഷപ്പെടാൻ കഴിയില്ല. അവനവൻ പറഞ്ഞാട്ട് ശരീരത്തിൽ ഇരിക്കുമ്പോൾ കേട്ടോ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാമെല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസംഭാഗം വെളിപ്പെടേണ്ടതാകുന്നു. ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന വ്രതന്മാർ ഭാഗ്യവാന്മാർ. അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ വിശ്രമിക്കേണ്ടതാകുന്നു.
അവരുടെ പ്രവർത്തികൾ അവരെ പിന്തുടരുന്നു. സ്തോത്രം. ഇനി സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു കേൾക്കണോ? പിതാവിൻ്റെ രാജ്യം, നിത്യരാജ്യം, മഹിമാസന്നിധി, ശുദ്ധന്മാർക്ക് വിളിച്ചുള്ള അവകാശം, സ്വസ്ഥതയിടം, നല്ല നഗരം, ദൈവത്തിന്റെ പർദീസ, പിതാവിന്റെ ഭവനം, സ്വർഗരാജ്യം. ഹല്ലേലൂയ. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരം, കൈപ്പണിയല്ലാത്ത നിത്യഗേഹം, വീതി സ്വച്ഛ സ്ഫടിക തങ്കം നിർമ്മിതമായ നവ്യഗേഹം. അവിടെ ഇല്ലാത്തത് സമുദ്രമില്ല. ഇതെല്ലാം വാക്യമുണ്ട്. അവിടെ ദുഃഖമില്ല, കണ്ണുനീരില്ല, വേദനയില്ല, കഷ്ടതയില്ല, ഒരു ശാപവും അവിടെ ഇല്ല. രാത്രി അവിടെ ഇല്ലല്ലോ, ദാഹവും വിശപ്പും അവിടെ ഇല്ല. ഇനി മരണമുണ്ടാകില്ല. രണ്ട് നിത്യത. നിങ്ങൾ എവിടേക്ക് പോകാൻ ഒരുങ്ങുന്നു? ഈ രാത്രി പ്രാണനെ വിട്ടാൽ എവിടെത്തും? സ്വർഗത്തിലോ നരകത്തിലോ? അതിനിടയിലെ സഹോദര, യേശു ക്രിസ്തുവിന്റെ രക്ഷിതാവായി സ്വീകരിക്കണം. ഉപദേശ വിശുദ്ധിയിൽ, ജീവിത വിശുദ്ധിയിൽ കർത്താവിനെ ആരാധിക്കണം. കൈ ഉയർത്തി സന്തോഷത്തോട് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം. ഒരു മർമ്മം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. എന്നെ നോക്കൂ. ഈ യാതനാസ്ഥലത്ത് കിടന്ന, പട്ടി നക്കി കുഷ്ഠരോഗം പിടിച്ച് അവൻ്റെ വീടിൻ്റെ വാതിക്ക് കിടന്ന ലാസറിനെ ഞാൻ ഒരു തുള്ളി വെള്ളവും കൊണ്ട് അയക്കാൻ ധനവാൻ പറയാൻ കാര്യം എന്തായിരിക്കും? നിങ്ങൾക്കറിയാമോ എന്തായിരിക്കും കാര്യം? ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം. ധനവാനെ അറിയുന്ന ഒരാൾ അവിടെ കിടക്കുന്ന ആരാ? ലാസറാ. എങ്കിലും ഈ പട്ടി നക്കി കിടന്നവനല്ലേ, കുഷ്ഠരോഗം പിടിച്ച് കിടന്നല്ലേ. എത്രയോ തവണ ഞാനിതിനകത്ത് കൈയിട്ട് നാക്കി, നിങ്ങൾക്ക് കൈയിട്ട് മുക്കി. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾ കുടിക്കുമോ? ഇല്ല, എനിക്ക് കുഷ്ഠരോഗമൊന്നുമില്ല എങ്കിൽ പോലും. പക്ഷെ കുഷ്ഠരോഗം പിടിച്ച് പട്ടി നാക്കി കിടന്നവനെ ഒരു തുള്ളി വെള്ളം കൊണ്ട് വിടാൻ പറഞ്ഞാൽ അവൻ്റെ ദാഹം എത്ര വലുതാ, അവൻ്റെ ക്ലേശം എത്ര വലുതാ, അവൻ്റെ യാതന എത്ര വലുതാ. പട്ടുമത്തെ കിടന്നവനാ. എന്നാൽ അതൊന്നുമല്ല. മെയിൻ പ്രശ്നം പറയാം, മെയിൻ വിഷയം പറയാം. ലാസറിനെ അങ്ങോട്ട് വിടാൻ പറയാൻ കാരണമോ എന്താണെന്നറിയാമോ? ധനവാൻ പണ്ട് കണ്ട ലാസറല്ല, ഇപ്പോൾ കണ്ട ലാസർ. പോരാ പോരാ, നിങ്ങളുടെ ശക്തി പോരാ സ്വാതന്ത്ര്യം. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടി, പ്രിയ നാട്ടിൽ ചേരുമ്പോൾ താഴ്ചയെല്ലാം മാറും, വിൻശരീരം നമ്മൾ പ്രാപിക്കും. ദിവസം പറയുന്നറിയാമോ? അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനോട് സദൃശ്യന്മാരാകും. യേശു ക്രിസ്തുവിൻ്റെ തത്തുല്യരൂപം പ്രാപിക്കും. അതിനായി മഞ്ഞുകൊള്ളുന്നേ. എന്നെല്ലാം തീർന്നു ഞാൻ പഠിക്കേ ഹല്ലേലൂയാ പാടും. എന്നെല്ലാം തീർന്നു ഞാൻ ഹല്ലേലൂയാ പാടും. വല്ലാഭനാമൻ യേശുവോടു കൂടെ വാഴുമേ. വല്ലാഭനാമൻ യേശുവോടു കൂടെ വാഴുമേ. 100 സങ്കീർത്തനം വരെ പരാതി പറച്ചില്ല, പരിദേവനങ്ങളാണ്, സങ്കടം പറച്ചില്ല. 100 സങ്കീർത്തനം കഴിഞ്ഞാൽ ഹലൽ യാഗങ്ങളാണ്, ഹലൽ ഗീതങ്ങൾ. പിന്നെ പരാതിയില്ല. ഒരു പാവപ്പെട്ട വേലക്കാരി അടുക്കളപ്പണി ചെയ്തവൾ മരിച്ചപ്പോൾ അവൾ പറഞ്ഞ്, എൻ്റെ ചവിടിൽ ഇങ്ങനെ എഴുതി വെക്കണം, മേരി 48 വർഷം അടുക്കളപ്പണി ചെയ്തവർ, അവിടെ ഡെഡ് ബോഡി ഇവിടെ കിടക്കുന്നു. ആട്ടില്ലാത്ത, തൂപ്പില്ലാത്ത, തുപ്പില്ലാത്ത, പുകയില്ലാത്ത രാജ്യത്തേക്ക് ഞാൻ പറന്നു പോയിരിക്കുന്നു. പ്രത്യാശ ഉണ്ടോ? ഒരു ദൈവത്തിന്റെ പ്രത്യാശ. ഇന്ന് പ്രാണനെ വിട്ടാൽ എൻ്റെ കർത്താവിനോട് പോവായിരിക്കും. പ്രിയ നാട്ടിൽ ചെല്ലുമ്പോൾ താഴ്ചയെല്ലാം മാറും, വിൻശരീരം പ്രാപിക്കും. സുഹൃത്തെ ശ്രദ്ധിക്ക്, വേദപുസ്തകം പഠിപ്പിക്കുന്നത് പ്രാണനെ വിട്ടാൽ മനുഷ്യൻ ഈച്ചയും പൂച്ചയും എലിയും പുലിയാകുമെന്നല്ല, യേശുക്രിസ്തുവിനോട് സദൃശന്മാരാകും. അവന്റെ രൂപം നമ്മൾ പ്രാപിക്കും. തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കും. യുവാക്കളായ മഞ്ഞ് നിനക്ക് കാഴ്ച വരും. ഇനിയും രോഗമില്ല, ഇനി ദുഃഖമുണ്ടാകില്ല, ഇനി മരണമില്ല. ആ രാജ്യത്ത് ഒന്നിച്ചു വസിക്കും. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്, നിത്യതയുണ്ട്. യേശുവിന്റെ ഒപ്പം വാഴണോ? ക്രൂശിൽ മരിച്ച യേശുവിനെ നീ രക്ഷിതാവായി സ്വീകരിക്കണം, കർത്താവായി സ്വീകരിക്കണം. അവന്റെ രക്തത്താൽ നിന്റെ പാപം കഴുകപ്പെട്ടെന്ന് ഉറപ്പ് പ്രാപിക്കണം. ജീവപുസ്തകത്തിൽ പേരുണ്ടെന്ന് ഉറപ്പ് പ്രാപിക്കണം. ഉപദേശ വിശുദ്ധിയിൽ, ജീവിത വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിക്കണം. ഒരു ഭക്തനെ സംബന്ധിച്ച് ഇപ്പം മരിച്ചാലും കർത്താവിനോടൊപ്പം ആയിരിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. എന്താ പൗലോസ് പറഞ്ഞേ? കൂടാരമാകുന്ന ഭവനം വിട്ടഴിഞ്ഞാൽ കൈപ്പണിയല്ലാത്ത ദൈവത്തിന് ദാനമായ ഒരു കെട്ടിടം എനിക്ക് സ്വർഗത്തിലുണ്ട്. യോ പറഞ്ഞ, എന്റെ ത്വക്ക് ഇങ്ങനെ ശേഷിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി എന്റെ കർത്താവിനെ കാണും. അഴിയട്ടെ അഴിയട്ടെ അഴിയട്ടെ, ഈ മൺകൂടാരം അഴിഞ്ഞാലും പിൻകൂടാരം എന്നായി ഒരുക്കുന്നു. സ്നേഹിത, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇന്നലെ കണ്ട പലരും ഇന്നില്ല, ഇന്ന് കാണുന്ന പലരും നാളെയില്ല. നമ്മുടെയൊക്കെ അവസാനം എപ്പോഴാന്ന് നമുക്കറിയില്ല. ഞാൻ പല മറ്റൊരു വിഷയം പ്രസംഗം പറയും.
ഇന്നിപ്പോൾ 2026 ഫെബ്രുവരി മാസം 17-ാം തീയതി. 2027 ഫെബ്രുവരി മാസം 17 എന്നൊരു തീയതി ഉണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് പറയാൻ കഴിയും അടുത്ത വർഷം ഇതേ സമയത്ത് ഞാൻ ഇന്ന സ്ഥലത്ത് കാണുന്നു പറയാൻ തൻ്റെ ഇടമുള്ള ആരെങ്കിലും ഉണ്ടെന്ന് കൈവക്കിക്കുക? ആരുമില്ല. അടുത്ത 6 മാസം കഴിഞ്ഞ് ഇന്ന സ്ഥലത്ത് കാണുമെന്ന് പറയാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അടുത്ത മാർച്ച് മാസം 17-ാം തീയതി രാത്രി 9 മണിക്ക് ഞാൻ ഈ ഭൂവിൽ ജീവനോട് കാണുമെന്ന് പറയാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അടുത്ത ആഴ്ച ചൊവ്വാഴ്ച 9:10 ഞാൻ ജീവനോടുണ്ടെന്ന് പറയാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നാളെ രാത്രി 9 മണിക്ക് ഞാനിവിടെ ജീവനോട് കാണുമെന്ന് പറയാൻ തൻ്റെ ഇടമുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അടുത്ത ശ്വാസം നമുക്കുള്ളതല്ല. ഇവിടുന്ന് പോയവരൊക്കെ ഇന്ന് പോകുമെന്ന് ചിന്തിച്ചവരല്ല. മരണം യാഥാർത്ഥ്യമാണ്. അതാ ഞാൻ പറഞ്ഞത്, കൊട്ടാരമായാലും വിട്ടേ മതിയാവൂ, കോട്ടയ്ക്കകത്ത് മൃത്യു വരും. 10,000 നില മുക്കിപ്പണിതാലും അതിനുള്ളിൽ മൃത്യു വരും. നിന്റെ പണത്തിനും പിടിപാടിനും സ്വാധീനതയ്ക്ക് നിന്നെ രക്ഷിപ്പാൻ കഴിയില്ല. ദൈവം തമ്പുരാനെ നമ്മെ വിടുവിപ്പാൻ കഴിയും. ദൈവമാണ് ആയുസ് തന്നത്. ഇപ്പോൾ ആകുന്ന സുപ്രസാദ കാലം, ഇപ്പോൾ ആകുന്ന രക്ഷാദിവസം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം.